നമസ്കാരം. കെയറിംഗ് ഹാൻഡ്സിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ ACB വ്യൂവേഴ്സിനും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കെയറിംഗ് ഹാൻഡ്സിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് സ്ത്രീകൾ വളരെ കോമൺ ആയിട്ട് ഏതെങ്കിലുമൊക്കെ ജീവിതഘട്ടത്തിൽ അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നത്തെക്കുറിച്ചാണ്. സ്ത്രീകളിലെ വിളർച്ച അഥവാ അനീമിയ എന്ന അവസ്ഥയെക്കുറിച്ചാണ്. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും നമ്മുടെ 1 മണിക്കൂർ ഡ്യൂറേഷനുള്ള ഒരു ലൈവ് ഫോണിൻ പ്രോഗ്രാമാണ്. നിങ്ങൾക്ക് TV സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഡയൽ ചെയ്ത് ഈ പ്രോഗ്രാമിലേക്ക് വിളിച്ച് ഡോക്ടറോട് നേരിട്ട് തന്നെ സ്ത്രീകളിലെ വിളർച്ച അഥവാ അനീമിയയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ എന്തുണ്ടെങ്കിലും ചോദിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ്. നമുക്ക് അതിഥിയായിട്ടുള്ളത് ഡോക്ടർ ലീലാമണിയാണ്. ഡോക്ടറിനെ ആദ്യം തന്നെ സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ യാന മദർ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റൽ, യാന വിമൻസ് ഹോസ്പിറ്റൽ ആൻഡ് ഫെർട്ടിലിറ്റി സെൻറ്റർ, അരുമന, ഉള്ളൂർ. അപ്പോൾ ഇവിടുത്തെ സീനിയർ കൺസൾട്ടൻ്റ് ആണ്. ഡോക്ടറോട് നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കാം. ഫോണിലൂടെ അല്ലാതെ രണ്ടാമത് മറ്റൊരു ഓപ്ഷനും കൂടെയുണ്ട്. അതായത് നിങ്ങൾക്ക് TV സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് വാട്സാപ്പായിട്ട് നിങ്ങളുടെ സംശയങ്ങൾ, സ്ത്രീകളിലെ അനീമിയ അഥവാ വിളർച്ച എന്ന ഇന്നത്തെ വിഷയത്തെ ബേസ് ചെയ്ത് എന്ത് ചോദ്യമുണ്ടെങ്കിലും TV സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ടൈപ്പ് ചെയ്ത ക്വസ്റ്റ്യൻ അയക്കാവുന്നതാണ്. അതും നമ്മൾ ഡോക്ടറോട് ചോദിച്ച് ഉത്തരം നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളൊരു റിക്വസ്റ്റ്, ഫോൺ ചെയ്യാനുള്ള, അതായത് കോൾ ചെയ്യാനുള്ള നമ്പർ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ആ നമ്പറിലേക്ക് മാത്രം കോൾ ചെയ്യുക. വാട്സപ്പ് നമ്പറിലേക്ക് കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കില്ല. വാട്സപ്പ് നമ്പർ വാട്സപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുക എന്നുള്ളത് ഒന്ന് റിമൈൻഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഡോക്ടർ, ഈ വിളർച്ച, അനീമിയ എന്നൊക്കെ പറയുന്നത് വളരെ കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്ന കാര്യമാണ്. പക്ഷേ എന്താണ് ശരിക്കും ഈ വിളർച്ച? നമ്മൾ അനീമിയ എന്ന് പറയുന്ന ഒരു അവസ്ഥ അത്രയ്ക്ക് പേടിക്കേണ്ട അല്ലെങ്കിൽ ഭയക്കേണ്ട ഒരു വില്ലനാണോ? അനീമിയ എന്ന് പറയുമ്പോൾ നമുക്ക് ബോഡിയിലെ ഹീമോഗ്ലോബിൻ്റെ അളവ്, ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനാണ്, അത് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ആവശ്യത്തിനുള്ള ഓക്സിജൻ കിട്ടും. ഇപ്പോൾ ഒരാളിന് ഓക്സിജൻ കിട്ടിയില്ലെങ്കിൽ എന്താണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ഓക്സിജൻ ഇല്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തെ, നമ്മുടെ ബോഡിയെ ഫുള്ളായിട്ട് ബാധിക്കുന്നതാണ്. പ്രത്യേകിച്ചും വൈറ്റൽ ഓർഗൻസ്, ഇപ്പോൾ ബ്രെയിൻ, ഹാർട്ട്, ഇതിനെല്ലാം നമുക്ക് ഓക്സിജൻ വേണം. നമ്മുടെ എല്ലാ പ്രവർത്തനത്തിനും ഓക്സിജൻ വേണം. നമുക്കൊരു എനർജി വേണമെങ്കിൽ ഓക്സിജൻ വേണം. ഓക്സിജൻ ഇല്ലാതെ നമുക്ക് ആർക്കും ജീവിക്കാം. അപ്പോൾ ഈ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുമ്പം അതാണ് ഓക്സിജൻ ക്യാരി ചെയ്ത് നമ്മുടെ ബോഡിയുടെ എല്ലാ ഭാഗത്തും എത്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഓർഗൻസിലൊന്നും ആവശ്യത്തിന് ഓക്സിജൻ കിട്ടാതെ വരും. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി മൊത്തത്തിലെ അഫക്റ്റഡ് ആവും എന്നുള്ളതാണ്. അപ്പോൾ ഇത് കുറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ അത് പക്ഷേ നമ്മുടെ ശരീരത്തിൻ്റെ ഘടന അനുസരിച്ച് വളരെ ഒരു നല്ല അളവ് വരെ ബോഡി അതിന് കോമ്പൻസേറ്റ് ചെയ്ത് പിടിച്ച് നിൽക്കും. പക്ഷെ അത് കഴിയുമ്പം നമുക്ക് ഓരോന്നായിട്ട് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും. ഇപ്പോൾ നമ്മൾ നോർമലി പറയുന്ന ഒരു 11-12 ഗ്രാം ഹീമോഗ്ലോബിൻ വേണമെന്നാണ്. അപ്പോൾ അതിലൊന്ന് കുറഞ്ഞൊരു 10-9 വരെയൊക്കെ വലിയ കുഴപ്പമില്ലാതെ പോകും. അത് കഴിഞ്ഞ് അതിൻ്റെ താഴോട്ട് വരുമ്പോഴേക്കും ഓരോരോ ലക്ഷണങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ഹോൾ ബോഡി, നമ്മുടെ സകല പ്രവർത്തനങ്ങളെയും ബാധിക്കും എന്നുള്ള, ബോഡിയുടെ എല്ലാ പ്രവർത്തനത്തെയും അത് ബാധിക്കും. ഡോക്ടർ, ഈ നമ്മൾ ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്ന സ്ത്രീകളിലെ വിളർച്ച എന്ന് പറയുന്നതാണല്ലോ സ്പെസിഫിക് ആയിട്ട്. ഇപ്പൊ ഡോക്ടർ എല്ലാ മനുഷ്യർക്കും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ സ്ത്രീകളെ സംബന്ധിച്ച് ഈ ലൈഫിലെ ഒരു ഘട്ടം മാറി മാറി വരുമ്പോൾ കൂടുതൽ ഈ HBയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നം വരാൻ സാധ്യത. നമുക്കിപ്പോൾ മിക്കവാറും നമ്മൾ പറയുന്ന എല്ലാ അസുഖങ്ങളും സ്ത്രീക്ക് മാത്രമുള്ള അവയവങ്ങളിൽ ഈ വരുന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ പുരുഷന് വരുന്ന എല്ലാ സ്ത്രീക്കും വരും. പക്ഷേ സ്ത്രീയുടെ ലൈഫിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒരു ഫിസിയോളജി എന്ന് പറയുന്ന ഒരുപാട് ഘട്ടങ്ങളുണ്ട്. പുരുഷന്മാരുടെ ലൈഫിൽ ഇല്ലാത്ത ഒരുപാട് ഘട്ടങ്ങളുണ്ട്. ഇപ്പോൾ ഒരു പെൺകുട്ടിയുടെ കാര്യം എടുത്ത്, ഇപ്പോൾ പെൺകുട്ടികൾക്കും അനീമിയ വരാം, ആൺകുട്ടിക്കും അനീമിയ വരാം. പക്ഷെ ഒരു പെൺകുട്ടി അഡോളസൻ്റ് ഏജിലോട്ട് കടന്ന് അതിൻ്റെ മെനിസ്ട്രേഷൻ അല്ലെങ്കിൽ ആർത്തവം ആരംഭിക്കുമ്പം ആണുങ്ങളുടെ ശരീരത്തിൽ നിന്ന് അങ്ങനെ ഒരു ബ്ലഡ് ലോസ് ഇല്ല. ഇത് മാസം തോറും ഒരു ബ്ലഡ് ലോസ് ഉണ്ട്. ഇപ്പോൾ ചെറിയ അനീമിയ ആണെങ്കിൽ അത് കൂടുതൽ പ്രകടമാകും. പിന്നെ എന്തെങ്കിലും കാരണവശാൽ ബ്ലഡ് കൂടുതൽ ബ്ലീഡിംഗ് ഉള്ള കുട്ടിയാണെങ്കിൽ അനീമിയ വീണ്ടും മൂർച്ഛിക്കും. അപ്പോൾ അതാണ് സ്ത്രീയുടെയും പുരുഷൻ്റെ. അതുപോലെ തന്നെ പിന്നുള്ള സ്റ്റേജ് നമ്മൾ അങ്ങോട്ട് കടന്നു പോയാൽ പ്രഗ്നൻസി, ഗർഭിണിയാകുമ്പോൾ ഉള്ള അവസ്ഥ, അതും പുരുഷൻ്റെ ജീവിതത്തിൽ ഇല്ലാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ ഇതെല്ലാം നോക്കുമ്പം അനീമിയ നമ്മൾ പറയുമ്പം പുരുഷനും സ്ത്രീക്കും കോമൺ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്.
അപ്പോൾ സ്ത്രീ കുറച്ചും കൂടെ ഒരു റിസ്കിയാണ്, അല്ലെങ്കിൽ ഒരു കൂടുതൽ സാധ്യത സ്ത്രീയുടെ ഈ ലൈഫ് സ്പാനിൽ വരുമെന്നുള്ളതാണ് പല ഘട്ടങ്ങളിലും. ഓക്കെ ഡോക്ടർ, ഈ HBയുടെ അളവ് കുറഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണ്? അത് ഒരുപാട് കാര്യങ്ങളുണ്ട്. HBയുടെ അളവ് കുറയാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞാൽ ഒരു ജനറലായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ 2-3 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ ശരീരത്തിൽ രക്തം നമ്മൾ ആഹാരം കഴിച്ച് അതിൽ കൂടെ വരുന്നത് ഇതെന്ന് പറഞ്ഞാൽ നമ്മളതിന് ഒരുപാട് കാരണങ്ങളുണ്ടെന്നുള്ളതാണ്. അതിൽ മെയിൻ കാരണമായിട്ട് നമ്മൾ പറയുന്ന അയൺ ഡെഫിഷ്യൻസിയാണ്. ഇരുമ്പ് സത്തിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന അനീമിയ, അയൺ ഡെഫിഷ്യൻസി അനീമിയ. അല്ലാതെ നമ്മൾ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ഉണ്ട്, മെഗാലോബ്ലാസ്റ്റിക് എന്ന് പറഞ്ഞ വേറൊരു തരം, അങ്ങനെ എപ്ലാസ്റ്റിക് അനീമിയ ഉണ്ട്, അങ്ങനെ പലതരം അനീമിയ ഉണ്ട്. എന്നാലും നമ്മൾ കോമൺ ആൾക്കാരിൽ കാണുന്ന ഒരു അനീമിയ എന്ന് പറയുന്നത് ഈ അയൺ ഡെഫിഷ്യൻസി, ഇരുമ്പ് സത്തിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്നത്. കോമണായിട്ട് വരുന്നത് പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒന്നാണ്. ഒരുപാട് പേർക്കത് ഏറ്റവും കോമണസ്റ്റ് അത് തന്നെയാണ്, അയൺ ഡെഫിഷ്യൻസി തന്നെയാണ്. അപ്പോൾ ഈ അയൺ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നമ്മൾ ആഹാരത്തിൽ കൂടെ ഉള്ളിലോട്ട് പോവേണ്ട ഒരു സാധനം. ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഉള്ളിലോട്ട് പോകുന്ന അയൺ കുറഞ്ഞു പോയാൽ അയൺ ഡെഫിഷ്യൻസി വരും, അയൺ ഡെഫിഷ്യൻസി അനീമിയ വരും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് എന്തെങ്കിലും കാരണവശാൽ രക്തം നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നാൽ നമുക്ക് അനീമിയ വരും. പിന്നെ നമുക്ക് ഈ ഇൻഫെക്ഷൻസ്, ഈ വിര പോലുള്ള അസുഖം, വിരയുടെയൊക്കെ അതങ്ങനെയുള്ള ഇൻഫെസ്റ്റേഷൻസ്, ഇതിൻ്റെ എല്ലാം കൊണ്ട് നമ്മൾ ബോഡിയിലോട്ട് പോകുന്ന അയൺ രക്തം ഉണ്ടാകുന്നെങ്കിൽ അതിന് വേറെ രീതിയിൽ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അങ്ങനെയും നമുക്ക് അനീമിയ ഉണ്ടാകും. പിന്നെ നമുക്കുള്ള അസുഖങ്ങൾ, പലതരം അസുഖം, ഇപ്പോൾ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ ചിലപ്പോൾ ആദ്യം കണ്ടുപിടിക്കുന്നത് തന്നെ ഒരു രക്തപരിശോധനയിൽ രക്തം വളരെ കുറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിൽ നിന്നാണ്. എന്തുകൊണ്ടിങ്ങനെ ഉണ്ടായി എന്ന് നമ്മൾ നോക്കുമ്പോഴായിരിക്കും അവർക്ക് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ, TB പോലുള്ള അസുഖങ്ങൾ, HIV പോലുള്ള അസുഖങ്ങൾ, ഇങ്ങനെ പല അസുഖങ്ങളുടെ ഒരു ഭാഗമായിട്ടും അനീമിയ വരാറുണ്ട്. അപ്പോൾ അതിൽ കോമണസ്റ്റ് നമ്മൾ അയൺ ഡെഫിഷ്യൻസി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അയൺ ഡെഫിഷ്യൻസി അനീമിയ നമുക്ക് കറക്റ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഇതിൻ്റെ കോസ് നമ്മളൊരു ചില്ലറ അല്ല കോസ്, എന്നാൽ പോലും നമുക്ക് പല മാർഗങ്ങളുണ്ട് അത് പെട്ടെന്ന് കറക്റ്റ് ചെയ്ത് നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിനുള്ള. പക്ഷേ അതിൻ്റെ ബേസിൽ ഇപ്പോൾ ഒരു ക്യാൻസർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു TB ഉണ്ട്, അല്ലെങ്കിൽ ഒരു HIV ഉണ്ടെങ്കിൽ അതിൻ്റെയും കൂടെ ചികിത്സ എടുത്താൽ മാത്രമേ. അപ്പം നമ്മൾ വേറൊരു രീതിയിൽ പറഞ്ഞാൽ അനീമിയ എന്ന് കാണുമ്പം നമ്മളതിനെ അയൺ ഡെഫിഷ്യൻസി മാത്രമാണ്. അതെല്ലാവരുടെ ഒരു ജനറൽ പോപ്പുലേഷനിലെ ഒരു അവയർനെസ് അങ്ങനെയാണ്. നമുക്ക് വളർച്ച ഉണ്ടായാൽ എന്ത് ചെയ്യണം? നമ്മൾ അയണുള്ള സാധനങ്ങൾ കഴിക്കണം, അയൺ മരുന്ന് കഴിക്കണം, അയൺ ഇഞ്ചക്ഷൻ എടുക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള പല ട്രീറ്റ്മെൻറ്റുമാണ് ആൾക്കാരുടെ മനസ്സിലുടനെ പോകുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ കാരണം ആദ്യം അയൺ ഡെഫിഷ്യൻസി തന്നെ എന്ന് തിട്ടപ്പെടുത്തേണ്ടതും ഒരാവശ്യം തന്നെയാണ്. ഡോക്ടർ, ഒരു ക്വസ്റ്റ്യൻ വാട്സാപ്പിൽ വന്നത് നോക്കാൻ തോന്നുന്നു ഡോക്ടർ. കരുനാഗപ്പള്ളിയിൽ നിന്ന് പ്രിയയാണ്. 7 മാസം പ്രായമായ കുഞ്ഞുണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ വലിയ ക്ഷീണം തോന്നുന്നു. ഫീഡിങ് മദറാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് കാരണം എന്ന് ചോദിച്ചിരിക്കുകയാണ് ഡോക്ടർ. അത് 7 മാസം പ്രായമുള്ള കുഞ്ഞ് ചോദിച്ചോട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഗർഭം എന്ന് പറയുന്നത് അനീമിയ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു കണ്ടീഷനാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ഗർഭിണി പ്രസവ സമയത്ത് അമിതമായിട്ട് രക്തം നഷ്ടപ്പെടുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അനീമിയ കറക്റ്റ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. നമ്മുടെ ബോഡിയിൽ എപ്പോഴും നമുക്കൊരു സ്റ്റോറുണ്ട്. നമ്മൾ കിച്ചണിലെ സ്റ്റോറെന്ന് പറയുന്ന പോലെ തന്നെയാണ്. നമുക്കൊരു ക്രൈസിസ് വരുമ്പോൾ എടുത്ത് ഉപയോഗിക്കാനാണ് ഈ സ്റ്റോർ. നമ്മുടെ ബോഡിയിലും ഉണ്ടത്. അപ്പോൾ ഈ അയൺ സ്റ്റോറും ഉണ്ട് നമ്മുടെ ബോഡിയിൽ. അപ്പം നമുക്ക് ആദ്യം വരുന്ന ഒരു ക്രൈസിസിനെ നമ്മുടെ ബോഡി തന്നെ കോമ്പൻസേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ആ അയണൊക്കെ എടുത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന അയണല്ല, പക്ഷെ അതിനെ റീകൂപ്പ് ചെയ്യണം. തിരിച്ച് നമ്മൾ പഴയതുപോലെ ആ സ്റ്റോർ ഫില്ല് ചെയ്ത് വെക്കണം. empty ആകുമ്പോൾ നമ്മൾ അതിനെ ഫില്ല്. അപ്പം ഈ ഗർഭകാലത്തെ ഒരു പ്രശ്നമെന്ന് പറയുന്നത്, നമ്മൾ ഗർഭിണി പ്രസവിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അപ്പോൾ തന്നെ ഒരു ബ്ലഡ് ലോസ് ഉണ്ടായെന്നിരിക്കും. പിന്നെ അത് കഴിഞ്ഞ ഉടനെ അവർ കുഞ്ഞിന് പാല് കൊടുക്കുകയാണ്. അപ്പോൾ അവിടെയും വേണം അയൺ. അപ്പോൾ വേണ്ട ശ്രദ്ധ നമ്മൾ ആ സമയത്ത് കൊടുത്തില്ലെങ്കിൽ ഈ അയൺ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ഈ അനീമിയ ഇങ്ങനെ ഒരു അക്യൂട്ട് അല്ലാതെ ഒരു ക്രോണിക്കായിട്ട് കുറേ നാൾ നിൽക്കുന്ന ഒരു അനീമിയായിട്ട് മാറും. ഇപ്പം ഒരു പ്രസവിച്ച് കഴിഞ്ഞ ഒരു സ്ത്രീക്ക് ഇതുപോലെ ക്ഷീണം
ഇപ്പോൾ ലാക്ടേറ്റിംഗ് ആയിരിക്കും 7 മാസം എന്നല്ലേ പറയും. അപ്പോൾ 7 മാസത്തിൽ അത് നമ്മൾ പാല് കൊടുക്കുകയും പിന്നെ അതുമാത്രമല്ല ഈ കുഞ്ഞിനെ നമ്മൾ നോക്കുന്നതിനും ഒരു സ്ട്രെയിൻ ഇല്ലേ, രാത്രി ഉറക്കം കുറവായിരിക്കും, രാവിലെ എണീക്കുമ്പോൾ ക്ഷീണമെന്ന് പറയുമ്പോൾ ഒരു റീസൺ നമുക്ക് ഉറങ്ങാൻ പറ്റാത്തതിൻ്റെ ക്ഷീണം, പിന്നെ സമയത്ത് ആഹാരം കഴിക്കാൻ പറ്റിയെന്ന് വരില്ല, ആഹാരത്തിലുള്ള കുറവ്. അപ്പോൾ എപ്പോഴും ഒരു അധിക ശ്രദ്ധ ഈ സമയത്ത് വേണം എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ നല്ലവണ്ണം ആഹാരം കഴിക്കുന്നുണ്ട്, ഉറങ്ങാൻ പറ്റുന്നുണ്ട്, എന്നാലും ക്ഷീണമാണെങ്കിൽ നമ്മൾ ഒന്ന് ഹീമോഗ്ലോബിൻ ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതിലും അല്ലാതെ വേറെ ഇതിൻ്റെ കൂടെ നമ്മൾ അറിയാതെ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഡെലിവറി കഴിയുമ്പം വരുന്ന ഒരു തൈറോയിഡിൻ്റെ പ്രവർത്തനത്തിലെ വ്യത്യാസങ്ങൾ, തൈറോയിഡ് ഡെഫിഷ്യൻസി, അത് വന്നാൽ ഇതുപോലെയാണ്. പലരും ഭയങ്കര ക്ഷീണമാണെന്ന് പറയാറുണ്ട്. അപ്പം നമുക്ക് എന്തെങ്കിലും ബോഡിയിലുണ്ടാകുന്ന ഡെഫിഷ്യൻസീസ് കൊണ്ട് ക്ഷീണം വരും. അപ്പോൾ അമിതമായിട്ട് ക്ഷീണം തോന്നുന്നെങ്കിൽ തീർച്ചയായിട്ടും ടെസ്റ്റുകൾ ചെയ്ത് നോക്കണം. ഹീമോഗ്ലോബിൻ നോക്കാം, തൈറോയിഡ് ഫങ്ഷൻ നോക്കാം. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും. പിന്നെ ഉള്ളത് നമ്മുടെ ഹൈഡ്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ലാക്ടേറ്റ് ചെയ്യുന്ന അമ്മമാർ ധാരാളം വെള്ളം കുടിക്കണമെന്നുള്ളത്. വെള്ളത്തിൻ്റെ കുറവുണ്ടായാലും നമുക്ക് ക്ഷീണം തോന്നാം. അപ്പോൾ ഇതിലേതെങ്കിലും ആണോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം, എന്തുകൊണ്ടാണ് ക്ഷീണം ഇത്രയും ഉണ്ടാകുന്നതെന്ന്. ഓക്കെ, അപ്പം പ്രിയയുടെ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിക്കാണുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ, ഈ നമ്മൾ HBയുടെ കാര്യം ഡോക്ടർ പറഞ്ഞല്ലോ, വിളർച്ച പ്രധാനമായിട്ട് വരുന്നത്. പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഈ കുഞ്ഞുങ്ങളെയൊക്കെ അമ്മമാർ മുഖത്തെ ഭാവമാറ്റം കൊണ്ട് തന്നെ കാഴ്ചയിലുള്ള മാറ്റം, അതുപോലെ നമ്മൾ സാധാരണഗതിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കണ്ണ് പിടിച്ചിങ്ങനെ നോക്കിയിട്ട് വിളർച്ചയുണ്ട് അല്ലെങ്കിൽ അതിന് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാണ് പല ഡോക്ടേഴ്സും ബാല്യകാലത്തിലൊക്കെ നമ്മൾ അപ്പോൾ ഒരു സാധാരണ ഒരാൾക്ക് എനിക്ക് വിളർച്ചയുണ്ടോ അല്ലെങ്കിൽ അനീമിയ ആണോ എന്ന് സ്വയം ആദ്യം മനസ്സിലാക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഡോക്ടർ ഒന്ന് ഒബ്സർവ് ചെയ്യേണ്ടത്? ഒബ്സർവ് ചെയ്യുന്ന മെയിൻലി വിളറിയിരിക്കും എന്നുള്ളതാണ്. അത് നമ്മുടെ കോംപ്ലക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയുടെ നിറം കൊണ്ട് അത് ചിലപ്പോൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ചില ആൾക്കാർക്ക് വിളർച്ച ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും, ചില ആൾക്കാർക്ക് നമുക്ക് മനസ്സിലാവില്ല. കുറച്ച് ഡാർക്ക് സ്കിന്നൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് കണ്ണിൻ്റെ ഇതിനകത്ത് നോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. പലരെയും നമ്മൾ കാണുമ്പോൾ തന്നെ വിളറിയിരിക്കുന്നല്ലോ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും, വിളറിയാണല്ലോ ഇരിക്കുന്നത്, എന്താ പ്രശ്നം വല്ലതും ഉണ്ടോ എന്നുള്ളത്. അതൊരു കോമൺ ഇതാണ്. അത് ശരിക്കും സൈനുമാണ്, ഒരു സിംറ്റവുമാണ്. സൈൻ എന്ന് പറഞ്ഞാൽ ഡോക്ടർ നോക്കുമ്പോൾ അത് സൈനായി. അതല്ലാതെ നമ്മൾ ഫുൾ വിളർച്ച എന്ന് പറയുമ്പോൾ വിളറിയിരിക്കുന്ന അവസ്ഥ, പെയിലായിട്ടിരിക്കുന്ന അവസ്ഥ, അത് നമ്മളാണ്. പിന്നെ ബാക്കിയുള്ളത് നമ്മുടെ ആക്ടിവിറ്റീസിൽ വരുന്ന വ്യത്യാസമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഓക്സിജൻ ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല ആക്ടിവിറ്റീസിൽ. ഈ നമ്മൾ നേരത്തെ വിളിച്ച മെസ്സേജ് അയച്ച ആൾ പറഞ്ഞതുപോലെ എണീക്കുമ്പോൾ ക്ഷീണം, എപ്പോഴും ഒരു ക്ഷീണം, ലെതാർജി, ഒരു ഉന്മേഷമില്ലായ്മ, അത് അനീമിയയുടെ ഒന്നും ചെയ്യാൻ തോന്നാത്തത് ഒരു വീക്ക്നെസ്. അപ്പം അത് അങ്ങനെ ചെറിയ അനീമിയ ഉള്ളവർക്ക് പോലും അതുണ്ടാകാം. പിന്നുള്ളത് ഉറക്കം തൂങ്ങും, എവിടെ ഇരുന്നാലും ഉറങ്ങി പോകുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ റെസ്റ്റ് വേണം ബോഡിക്ക്. ബോഡി എന്താ ചെയ്യുന്നത്, നമുക്ക് ഓക്സിജൻ കറക്റ്റിന് കിട്ടുന്നില്ലെങ്കിൽ എങ്ങനെയാണ് ഏറ്റവും കുറച്ച് നമ്മൾ ഓക്സിജൻ ഉപയോഗിക്കുന്നത്. അപ്പം നമ്മുടെ ആക്ടിവിറ്റീസിൽ റെസ്ട്രിക്ഷൻ വരും. അപ്പോൾ അങ്ങനെ വരും. അപ്പോൾ അതൊന്ന്. പിന്നുള്ളത് തലകറക്കം. ഇപ്പോൾ തലകറക്കം വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഉടനെ പറയും BP കുറവാണ്, BPയുടെ കുഴപ്പമാണ്. അത് ഈ HB കുറയുമ്പം ഉള്ള ഒരവസ്ഥയും കൂടെയാണ് തലകറക്കം ഉണ്ടാവാം. പിന്നുള്ളത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒന്നും ചെയ്യാൻ വയ്യാത്ത ഒരവസ്ഥ. പിന്നെ തല ചുറ്റി വീഴുക, ബോധം കെട്ട് വീഴുക. അത് ശരിക്കും പറഞ്ഞാൽ പലരും 3 ഗ്രാം 4 ഗ്രാം ഹീമോഗ്ലോബിനുള്ള സ്ത്രീകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ അവർക്കൊന്നിനും വയ്യാതാകുമ്പോഴാണ് ഹോസ്പിറ്റലിൽ. പിന്നെ നടക്കാൻ വയ്യ, ഒരു ചുവടെടുത്ത് ഫ്രണ്ടിലോട്ട് വയ്ക്കാൻ വയ്യ, ഒരു ചുവട് മുന്നിലോട്ട് നടക്കാൻ വയ്യ. കതപ്പും അനീമിയയുടെ ഒരു ലക്ഷണമാണ്. നമുക്കൊന്നും ഹൈറ്റിലോട്ടൊന്നും കയറാൻ വയ്യ, നടക്കാൻ വയ്യ, അതും അനീമിയയ്ക്ക് ഒരു കാരണമാണ്. ഇങ്ങനെ പല രീതിയിലാണ് അനീമിയ പ്രസൻറ്റ് ചെയ്യുന്നത്. ഡോക്ടർ, ഈ പറഞ്ഞ പോലെ ഈ രാവിലെ എണീക്കുമ്പോൾ ക്ഷീണം, ഈ കിതപ്പ്, ഡോക്ടർ ഈ പറഞ്ഞ സിംറ്റംസ് ഒക്കെ ഉണ്ട് ഒരാൾ, അല്ലെങ്കിൽ ഇതിൽ 1-2 സിംറ്റംസ് ഉള്ള ആൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണ്? ഇപ്പോൾ ഡോക്ടറിനെ നേരിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം ഒരു ബ്ലഡ് ടെസ്റ്റിലേക്ക് പോവുകയാണോ, അല്ലാതെ റാൻഡമായിട്ട് അവർക്ക് തന്നെ പോയി ടെസ്റ്റ് ചെയ്ത് ഒന്ന് എങ്ങനെയാണ് അവരതിനെ സമീപിക്കേണ്ടത്? ചോദിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, നമ്മൾ എപ്പോഴും പറയുന്നത് ലബോറട്ടറി ഇൻവെസ്റ്റിഗേഷൻ ഈസ് ഓൺലി സെക്കൻഡറി ടു ക്ലിനിക്കൽ എക്സാമിനേഷൻ എന്നാണ്. പക്ഷേ ഇന്നത്തെ നമ്മുടെ സിസ്റ്റം പോണ പോക്ക് അങ്ങനെയല്ല. അപ്പോൾ ശരിക്കും വലിയ കോർപ്പറേറ്റ് ഹോസ്പിറ്റലിൽ ചെന്നാൽ പോലും ഒരു പനിയായിട്ട് ചെന്നാൽ
ആ രോഗിയെ പരിശോധിക്കുന്നതിന് മുമ്പ് എന്താണ്, ബാറ്ററി ഓഫ് ടെസ്റ്റാണ്. ശരിക്കും അതൊരിക്കലും കറക്റ്റായിട്ടുള്ള ഒരു മെത്തേഡെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണ്. എന്ന് പറഞ്ഞാൽ നമ്മളൊരാളിനെ ഈ പറഞ്ഞ പോലെ വെറുതെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കുമ്പോൾ നമുക്കൊരു ഡൗട്ട് വന്നു, നമുക്ക് ഏത് ടെസ്റ്റാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു തീരുമാനം ഇവിടെ, മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് മനസ്സിൽ ഏത് ടെസ്റ്റാണ് നമുക്ക് ചെയ്യേണ്ടത്, ഈ ടെസ്റ്റ് ചെയ്താലായിരിക്കും. മറ്റേ അല്ലാതെ നമുക്ക് ഇങ്ങനെ ലക്ഷക്കണക്കിന് ടെസ്റ്റ് ചെയ്യാം, കാശൊക്കെ ഒരുപാട് മുടക്കി ചെയ്യാം, ടെസ്റ്റുകൾ ഒരുപാട് ചെയ്യാം. പക്ഷേ അതിനകത്ത് ചിലപ്പോൾ നമുക്ക് ആവശ്യമുള്ള ടെസ്റ്റ് വരണമെന്നില്ല. അപ്പം നമ്മളിതിൻ്റെ എപ്പോഴും ലബോറട്ടറി ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് രണ്ടാമതാണ്. അപ്പോൾ ഇപ്പം പലരെയും നമ്മൾ കണ്ടിരിക്കുന്നു പറഞ്ഞാൽ ധാരാളം ലാബുകളുണ്ട്, ഒരു സ്റ്റാൻഡേർഡും ഇല്ലാത്ത ധാരാളം ലാബുകളും ഉണ്ടെന്ന്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഉടനെ പോയി ഒരു ടെസ്റ്റ് ചെയ്യുക, അത് നമ്മൾ എഴുതിയൊന്നും കൊടുക്കണ്ട. പലപ്പോഴും ആ ടെസ്റ്റ് മാത്രമല്ല, ഇപ്പോൾ സ്കാനിങ് പരിശോധനകൾ വരെ തനിയെ പോയി ധാരാളം പേര് ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഇൻ്റർപ്രിട്ടേഷനിലൊക്കെ ഒരുപാട് കുഴപ്പങ്ങൾ വരും. അപ്പം നമ്മൾ ശരിക്കും നമുക്ക് അങ്ങനെ ഒരു ആരോഗ്യ പ്രശ്നം തോന്നുന്നെങ്കിൽ ആദ്യം കാണേണ്ടത് ഡോക്ടറെ തന്നെയാണ്. ലാബിലല്ല നമ്മൾ പോവേണ്ടത്. ലാബിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡോക്ടറിന് അതറിയാം. ഇപ്പോൾ ഹീമോഗ്ലോബിൻ മാത്രമല്ലല്ലോ, വേറെ ടെസ്റ്റുകളും ചെയ്യണം. ഇപ്പോൾ പലവട്ടം പോയി നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും ഒരു ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ആവശ്യമായ ടെസ്റ്റുകൾ ഒന്നിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിടെ ചികിത്സയുടെ ഒരു തീരുമാനം നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ തനിയെ ചെയ്യുന്നതിൽ 100% തെറ്റെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അതിനേക്കാളും മോർ അപ്രോപ്രിയേറ്റ് അതാണ്. അത് കറക്റ്റ് മെത്തേഡെന്ന് പറയുന്നത് ആദ്യം ഒരു ക്ലിനിക്കൽ അസസ്മെൻറ്റ് കഴിഞ്ഞിട്ട് നമ്മളൊരു ടെസ്റ്റിന് പോകുന്ന. ഡോക്ടർ, ഈ സ്ത്രീകളുടെ ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങളിൽ ഈ അനീമിയ അഥവാ വിളർച്ച ഉണ്ടാകുമല്ലോ. അപ്പോൾ ഓരോ ഘട്ടമായിട്ട് ഒന്ന് കുട്ടിക്കാലം, അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് തോന്നുന്നു ഒരു അഡോളസൻസിലേക്ക് എത്തുന്നത്. അപ്പോൾ ഓരോ ഘട്ടത്തിലെയും വിളർച്ച, അതിൻ്റെ പ്രശ്നങ്ങൾ, പരിഹാരം ഒക്കെ ഒന്ന് പറയാം. ഇപ്പോൾ നമ്മൾ കുട്ടിക്കാലം എടുത്തു കഴിഞ്ഞാൽ കുട്ടികളിൽ ഏറ്റവും നമ്മൾ കൂടുതലായിട്ട് കാണുന്നത് നമ്മുടെ വേംസ്, വിരയുടെ ശല്യം കൊണ്ടുള്ള. പിന്നെ അല്ലെങ്കിൽ ഒന്നും ആഹാരം കഴിക്കാൻ മടിയുള്ള കുട്ടികളുണ്ടല്ലോ, തീരെ ആഹാരം കഴിക്കാൻ. ഇപ്പം വിര നമ്മുടെ ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ റെഗുലറായിട്ട് ഡീവേമിങ്ങിനുള്ള മരുന്നൊക്കെ കൊച്ചുകുട്ടികൾക്ക് കൊടുക്കണം. പിന്നെ എപ്പോഴെങ്കിലും അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ദഹനക്കേട് അല്ലെങ്കിൽ ആഹാരം കഴിക്കാതിരിക്കുക, അതൊക്കെ വരുമ്പോൾ മിക്കവാറും ഇതിൻ്റെ ഒരു പ്രശ്നമായിരിക്കും. ഡോക്ടർ, ഈ ഡീവേമിങ് ചെയ്യുന്നത് കുഞ്ഞുങ്ങൾക്കപ്പോൾ നമുക്ക് എത്ര 6 മന്ത്സിലൊരിക്കലൊക്കെയാണ് അതിൻ്റെയൊക്കെ ആവശ്യമുള്ളത്. എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെ ഇന്നിപ്പം കുട്ടികൾ മണ്ണിൽ കളിക്കാനൊന്നും അങ്ങനെയൊന്നും പോകുന്നില്ല ഇപ്പോഴത്തെ കുട്ടികൾ. അപ്പോൾ അത്രയൊക്കെ ധാരാളം മതിയാവും. പിന്നെ എന്തെങ്കിലും സിംറ്റം ഉണ്ടെങ്കിൽ, ഇപ്പോൾ പിൻവമൊക്കെ ആണെങ്കിൽ രാത്രിയാകുമ്പം ചൊറിച്ചിൽ അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് നമുക്ക് കൊടുക്കാം. കൊച്ചു കുട്ടികളിൽ കൂടുതലും നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. പിന്നെ അല്ലാതെ കൊച്ചു കുട്ടികളിൽ അനീമിയ വന്നാൽ മിക്കവാറും അതിൻ്റെ അടിയിൽ എന്തെങ്കിലും അസുഖം കൊണ്ടുള്ളത് നമ്മൾ ഡോക്ടറെ കണ്ട് തന്നെ, അല്ലാതെ നമ്മൾ ചുമ്മാ ഹീമോഗ്ലോബിൻ നോക്കി അല്ലെങ്കിൽ അയൺ കൊടുത്ത് അല്ലെങ്കിൽ ആഹാരം കൊടുത്ത് അങ്ങനെ ഒന്നും ശരിയാക്കാൻ പറ്റുന്നതല്ല. കൊച്ചു കുട്ടികളിൽ ശരിക്കും അനീമിയ വരാൻ പാടില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അവരെ നമ്മൾ കൂടുതൽ കെയർ ചെയ്യുന്ന പേരൻസ് ആണെങ്കിലും നല്ലവണ്ണം അവർ കഴിച്ചില്ലെങ്കിലും കുഞ്ഞിന് കൊടുക്കത്തില്ല. അപ്പോൾ ആ രീതിയിൽ കെയർ ചെയ്യുന്ന ഒരു സമയത്ത് പിന്നെ ഫുഡിൻ്റെ വ്യതിയാനങ്ങളുണ്ട്. അയണൊന്നും ഇല്ലാത്ത ലോ ക്വാളിറ്റി ഇപ്പോഴത്തെ ഈ ജങ്ക് ഫുഡൊക്കെ ഒരുപാട് തിന്നാലും ഒക്കെ അയൺ ഡെഫിഷ്യൻസി വരാം. ഏറ്റവും കൂടുതൽ നമുക്കൊരു പ്രശ്നമായിട്ട് കണ്ടത് അഡോളസൻ ഗേൾസിലാണ്. അഡോളസൻ ഗേൾസിൽ 2-3 കാര്യമാണ്. ഒന്ന്, മെനിസ്ട്രേഷൻ തുടങ്ങി കഴിയുമ്പം അതിനൊരു വേണ്ടുന്ന കെയർ കിട്ടാതെ വരുമ്പോൾ. ഇപ്പോൾ ഗേൾസിൽ ഒരുപാട് പേരിലുണ്ട്. നമുക്ക് 4 to 7 ഡേയ്സാണ് നമ്മളൊരു ബ്ലീഡിങ് പറയുന്നത്. ഈ ബ്ലീഡിങ് നിൽക്കാതെ കുറച്ച് അത് വലിയൊരു ബ്ലീഡിങ് ആയിരിക്കില്ല പുറത്ത് കാണുന്നത്, പക്ഷെ പ്രൊലോങ്ഡായിട്ട് ഒരുപാട് നാൾ നിന്ന് കഴിയുമ്പോൾ അനീമിയ. അപ്പോൾ ഈ കുട്ടിയും വീട്ടിൽ പറയില്ല, പേരൻസും അത്ര ശ്രദ്ധിക്കാതെ പോയാൽ അനീമിയ ഉണ്ടാകും. നമ്മൾ ഈ പ്യൂബർട്ടി മെനറാജിയ എന്ന് അതൊരു കണ്ടീഷൻ തന്നെയുണ്ട്. ഈ അഡോളസൻ്റ് ഏജിൽ വരുന്ന അമിതമായ രക്തസ്രാവം, അതുകൊണ്ട് അനീമിയ വരുന്ന ധാരാളം കുട്ടികളുണ്ട്. പ്രത്യേകിച്ച് അവരിപ്പോൾ സ്കൂളിൽ കോളേജിലൊക്കെ ഉള്ള പീക്ക് ടൈമിൽ ഒരു 10ാം ക്ലാസ് 12ാം ക്ലാസ്സൊക്കെ ആണെങ്കിൽ അവർക്കത് ശ്രദ്ധിക്കാനുള്ള സമയവും കിട്ടില്ല. പിന്നെ അവർ ഈ പറഞ്ഞ പോലെ അയൺ ഉള്ള ഫുഡായിരിക്കില്ല കഴിക്കുന്നത്. ഫുഡ് കഴിച്ചാൽ മാത്രം പോലെ അത് ആഗിരണം ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടുന്ന വൈറ്റമിൻസ് ഒന്നും ഇല്ലാതെ വന്നാലും അയൺ ഡെഫിഷ്യൻസി വരും. അഡോളസൻ്റ് ഏജിൽ പല ഈ പഠിത്തത്തിലൊക്കെ പുറകിലോട്ട് പോകുന്നതിൻ്റെ ഒരു റീസൺ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അനീമിയാണെന്ന് മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ അവർക്ക് എപ്പോഴും ക്ഷീണം, എപ്പോഴും കോൺസെൻട്രേഷനേ കിട്ടൂല. ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിക്കുന്നതൊന്നും ശ്രദ്ധിക്കാനുള്ള മനസ്സ് കാണില്ല, അവർക്ക് പറ്റില്ല അവർക്ക് ശ്രദ്ധിക്കാനായിട്ട്. ഒരു കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പോകും. അപ്പോൾ അഡോളസൻ്റ് ഏജിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണമെന്നുള്ളത് എന്തെന്നാണ് ഒരു കാര്യം തന്നെയാണ് അനീമിയ.
ഈ അഡോളസൻ്റ് ഏജിൽ അനീമിയ കറക്റ്റ് ചെയ്യാതെ അവരങ്ങോട്ട് പോയി ഒരു കല്യാണം കഴിക്കുകയും ഗർഭിണിയാവുകയും ചെയ്താൽ പിന്നെ ഗർഭകാലത്ത് ഭയങ്കര കോംപ്ലിക്കേഷൻ ഇഷ്യൂസ്. ഡോക്ടർ ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ, ഒരു കോളർ വെയിറ്റിംഗ് ആണ്. ഹലോ ഹലോ, കെയറിംഗ് ഹാൻഡ്സിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ അശ്വതിയാണേ. അശ്വതി എവിടുന്ന് വിളിക്കുന്നു? ചെറിയ കീഴ്. ഓക്കെ അശ്വതി, നമ്മുടെ ടോപ്പിക് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. സ്ത്രീകളിലെ അനീമിയയെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സംസാരിക്കാം കേട്ടോ ഡോക്ടറോട്. ഹലോ ഡോക്ടർ. ഹലോ, പറയൂ. ഞാൻ ഡോക്ടർ, എനിക്കിപ്പം ഇടയ്ക്ക് 40 years ആയേ. അപ്പം ഭയങ്കര ക്ഷീണവും തളർച്ചയൊക്കെ ആയത് കാരണം ഓഫീസിൽ പോകുന്ന ആളാണ് ഡെയിലി. അപ്പം ബ്ലഡൊക്കെ ചെക്ക് ചെയ്തപ്പം വൈറ്റമിൻ D3യും കുറവാണ്, 13. പിന്നെ Hbയും 11 ഉള്ളൂ. കൊളസ്ട്രോളും കുറവാണ്. നല്ല കൊളസ്ട്രോളും ചീത്ത കൊളസ്ട്രോളും കുറവാണ്. അങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. അപ്പം എന്താണ് ഇത് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് എല്ലാ സമയത്തും ഉണ്ടോ, അതോ നിങ്ങൾക്ക് പീരീഡുമായിട്ട് ബന്ധപ്പെട്ടാണോ? മാസമുറയായിട്ട്? അല്ല, പീരീഡുമായിട്ട് ബന്ധപ്പെട്ടല്ല മാഡം. മൊത്തത്തിൽ ബോഡി പെയിനും ഒക്കെയാണ്. പക്ഷെ വെയിറ്റ് വെക്കുന്നുണ്ട്, വെയിറ്റ് ഉണ്ട് 62. തൈറോയിഡ് ചെക്ക് ചെയ്തായിരുന്നോ? തൈറോയിഡ് ചെക്ക് ചെയ്തു മാഡം. അത് TSH മാത്രമേ നോക്കിയുള്ളൂ, അത് നോർമൽ. TSH നോർമൽ ആണെങ്കിൽ അത് മതി. നമുക്കൊരു സ്ക്രീനിങ് ടെസ്റ്റായിട്ട് TSH തന്നെ നോക്കിയാൽ മതി. 40 years എന്ന് പറയുമ്പം നമ്മുടെ ബോഡിയിൽ കുറച്ച് ഹോർമോണൽ വ്യതിയാനങ്ങൾ വരുന്ന ഒരു സമയമാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓവറിയുടെ ഫങ്ഷനൊക്കെ കുറച്ച് കുറഞ്ഞു വരുന്ന ഒരു സമയമാണ്. പിന്നെ വേറൊന്നുള്ളത് കാൽസ്യത്തിൻ്റെ അളവ് കുറയുന്ന ഒരു സമയമാണ്. നമുക്കൊരു 35 years ഒക്കെ കഴിയുമ്പോൾ തന്നെ നമ്മുടെ ബോഡിയിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറഞ്ഞു വരുന്ന ഒരു സമയമാണ്. അപ്പോൾ ശരിക്കും ഇത്ര ക്ഷീണം ഉണ്ടെങ്കിൽ ഇപ്പോൾ HB11 വലിയ കുഴപ്പമില്ലാത്തൊരു HB ആണ്. അപ്പോൾ ക്ഷീണം ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങൾ ഒന്ന് ഈ ഹോർമോണൽ വ്യതിയാനം കൊണ്ട് തന്നെ വരാം. നമ്മുടെ ഓവറിയുടെ പ്രവർത്തനങ്ങൾ കുറച്ച് കുറഞ്ഞു വരുന്നതിൻ്റെ പ്രശ്നങ്ങൾ വരാം. മാസമുറ സമയത്ത് അമിത രക്തസ്രാവമൊന്നും ഇല്ലല്ലോ? ഇല്ലല്ലോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് സപ്ലിമെൻ്റായിട്ട് കാൽസ്യം കഴിക്കും, കാൽസ്യത്തിൻ്റെ ടാബ്ലറ്റ് കഴിക്കും. അത് കുറച്ച് നമുക്ക് എനർജിയൊക്കെ കിട്ടും, ക്ഷീണമൊക്കെ കുറച്ച് കുറഞ്ഞു വരും. സാധാരണ കാണുന്നത് ഇങ്ങനത്തെ പ്രശ്നങ്ങളാണ്. വേറെ നിങ്ങൾക്ക് ഒബിയസ് ആയിട്ട് ഒന്നും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ഒരു യങ് ഏജിലുള്ള ആ ഒരു ഇതിൽ നിന്നൊരു വ്യത്യാസം വരുന്ന സമയമാണ് ഈ 40 വയസ്സെന്ന് പറയുന്നത്. വർക്ക് ചെയ്യുന്ന ആളെന്നല്ലേ പറഞ്ഞത്? അപ്പോൾ പണ്ടത്തെ അത്രയും ഒരു സ്ട്രെയിൻ നമുക്ക് ഇനി എടുക്കാൻ പറ്റില്ല. സ്ട്രെയിനൊക്കെ കുറച്ച് കുറയും. നമുക്ക് സ്ട്രെയിൻ എടുക്കാനുള്ള കപ്പാസിറ്റിയൊക്കെ കുറച്ച് കുറയും. ഇപ്പോൾ വെളുപ്പിനെയൊക്കെ എണീറ്റ് ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ആളൊക്കെ ആണെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ചെറിയ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ കാൽസ്യം കഴിക്കാം. വെള്ളം കുടിക്കണം നല്ലോണം കാൽസ്യം ഗുളിക കഴിക്കുമ്പോൾ. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് കാൽസ്യം ഹാർട്ടിൽ ഡെപ്പോസിറ്റ് അങ്ങനെ എന്തെങ്കിലും. ഇല്ല അങ്ങനെയൊന്നും ഡെപ്പോസിറ്റ് ചെയ്യില്ല. അത് നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും വരത്തില്ല. വെള്ളവും കുടിച്ച് നമ്മൾ കുറച്ച് എക്സർസൈസ്, വ്യായാമം, വെയിറ്റ് കൂടുന്നെന്ന് പറഞ്ഞല്ലോ. ഈ വെയിറ്റ് കൂടുന്നത് ഇതുപോലെ ക്ഷീണത്തിനൊരു കാരണമാണ്. അപ്പൊ കുറച്ച് ഹൈറ്റ് കുറവാണ്, അപ്പൊ വെയിറ്റ് ഉണ്ട്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളസ്ട്രോൾ, ഞാൻ ഭക്ഷണമൊക്കെ കഴിക്കുന്ന ആളാണ്. പക്ഷെ ഈ കൊളസ്ട്രോള് നല്ലതും ചീത്തയൊക്കെ ലോ ആണ്. ലോ ആയിട്ട് നിൽക്കുന്നതിന് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കൊളസ്ട്രോൾ ലോ ആണെന്ന് പറഞ്ഞിട്ട് അപ്പം കൊളസ്ട്രോള് ഇപ്പോൾ ഫിഷൊക്കെ കഴിക്കത്തില്ലേ? ഇപ്പോൾ നല്ല ഫുഡൊക്കെ കഴിക്കുക, കുറച്ച് എക്സർസൈസ് എന്തെങ്കിലും ചെയ്യുക. വെയിറ്റ് കൂടുമ്പോഴും നമുക്കൊരു എനർജി കുറയും. അപ്പോൾ അത് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഈ ഹോർമോൺ വ്യതിയാനം വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇനിയും വെയിറ്റ് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ കാൽസ്യം സപ്ലിമെൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് കുറച്ച് ഒരു റെഗുലറായിട്ടുള്ള എന്തെങ്കിലും എക്സർസൈസ് നിങ്ങൾക്ക് പറ്റുന്നത് ചെയ്യുക. ഓക്കെ താങ്ക് യു. താങ്ക്സ് ഫോർ കോളിംഗ്. ഡോക്ടർ, വാട്സാപ്പിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഡോക്ടർ. എൻ്റെ നെയിം സുജിത, ഏജ് 33 ആണ്, HB 8 ആണ്, ഒരു 5 മാസമായിട്ട് അങ്ങനെയാണ് 8ൽ നിൽക്കുന്നു എന്നാണ് പറയുന്നത് ഡോക്ടർ. അയൺ ടാബ്ലറ്റ് 3 മാസം കഴിച്ചു, എന്നിട്ടും 8ൽ തന്നെ നിൽക്കുകയാണ്. പീരിയഡ്സിൻ്റെ ടൈമിൽ ബ്ലീഡിങ് കുറവാണ്, എന്തുകൊണ്ടായിരിക്കും ഡോക്ടർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 8 gram ഹീമോഗ്ലോബിൻ ഇപ്പോൾ 33 വയസ്സുള്ള കുട്ടികളൊക്കെ ഉള്ള ആളാണോന്ന് അറിയാൻ വയ്യ അല്ലേ? 33 വയസ്സുള്ള ഒരാൾ മിക്കവാറും പ്രസവമൊക്കെ കഴിഞ്ഞ ഒരാളായിരിക്കണം. എന്തായാലും 8 gram ഇങ്ങനെ 5-6 മാസമായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ അയൺ എത്ര കഴിച്ചു എന്ന് നമുക്കറിയില്ല. അയൺ ടാബ്ലറ്റ് ശരിക്കും പറഞ്ഞാൽ കഴിക്കുന്നതിന് മുമ്പ് നമ്മുടെ അയൺ ഡെഫിഷ്യൻസി ആണോ എന്ന് അറിയാൻ പറ്റുന്ന ടെസ്റ്റുകളുണ്ട്. ഫെർട്ടിൻ എന്നൊക്കെ പറഞ്ഞ് ബ്ലഡിലെ ടെസ്റ്റുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 5 മാസത്തിൽ കുറയുന്നില്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ ഈ അയൺ ഡെഫിഷ്യൻസി മാത്രമായിരിക്കില്ല അവരുടെ ഇതിൻ്റെ കാരണം. ആ ഡെഫിഷ്യൻസി ഉണ്ടാവാൻ വേറെ എന്തെങ്കിലും റീസൺ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ വേംസിൻ്റെ പോലത്തെ.
അപ്പോൾ എപ്പോഴും അനീമിയ കാണുമ്പോൾ നമ്മൾ അവരോട് വേമിനുള്ള മരുന്ന് കഴിക്കാൻ പറയും. പലപ്പോഴും നമ്മളിപ്പം അഡൽട്ടൊക്കെ ആകുമ്പോൾ നമ്മൾ വിചാരിക്കും വേംസ് ഒന്നും ഇല്ല, അതിൻ്റെ ലക്ഷണമൊന്നും കാണണമെന്നില്ല. അപ്പോൾ ചിലപ്പോൾ നമ്മൾ അറിയാതെ വേം ഇൻഫെസ്റ്റേഷൻ കൊണ്ടാവാം അങ്ങനെ. അപ്പോൾ അതിനുള്ള മരുന്ന് കഴിക്കണം. പിന്നുള്ളത് അയൺ, ഇനി നമ്മൾ ഈ ഫെർട്ടിൻ്റെ ലെവൽ നോക്കണം, അത് കുറഞ്ഞിട്ടാണോ നമുക്ക് ഇത് വരുന്നതെന്ന്. അല്ലാതെ എന്തെങ്കിലും കോസ് ഉണ്ടോ എന്നുള്ളത് ഇനി നോക്കണം. അയൺ കഴിച്ചിട്ട് കറക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ എന്തുകൊണ്ടാണ് 8 ഗ്രാം ഇങ്ങനെ നിൽക്കുന്നത്? ചില ആളുകൾക്ക് ഇങ്ങനെ ലോ ലെവലിൽ തന്നെയാണ് പോണത്, പക്ഷേ 8 അതൊന്നും നോർമലല്ല. ഒരു 10 അടുപ്പിച്ചൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുഴപ്പമില്ല എന്ന് പറയും. അപ്പോൾ അയൺ കഴിച്ചിട്ടും കറക്റ്റായിട്ട് അയൺ കഴിച്ചിട്ടും അത് ആവുന്നില്ലെങ്കിലുള്ള റീസൺസ് എന്തെങ്കിലും രീതിയിൽ നമ്മുടെ ബോഡിയിൽ നിന്ന് നഷ്ടപ്പെടുന്നു. പലരും അറിയാതെ പോകുന്നു ഈ പൈൽസ് പോലുള്ള ഹെമറോയിഡ്സ്. അതിനൊന്നും അത് പ്രത്യേകിച്ച് മലത്തിൽ കൂടെ പോകുന്നതുകൊണ്ട് നമ്മൾ അറിയില്ല ബ്ലഡ് എത്ര ലോസ് ചെയ്യുന്നെന്ന്. അങ്ങനെ എന്തെങ്കിലും ബ്ലഡ് ലോസിനുള്ള കാരണങ്ങളുണ്ടോ എന്നുള്ളത് നോക്കണം. അപ്പോൾ ഇത്രയും നാൾ അത് ശരിയായില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടെന്നുള്ള ഫർദർ ടെസ്റ്റിംഗ് ആവശ്യമുണ്ട്. പൈൽസ് ഉണ്ടെന്ന് റിപ്ലൈ ഇട്ടിട്ടുണ്ട്. പൈൽസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് തന്നെ ആയിരിക്കും റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറച്ച് പോകുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കില്ല. അപ്പോൾ അതാണോ റീസൺ എന്ന് നമ്മൾ നോക്കണം. സുജിത, അപ്പോൾ ആൻസർ കിട്ടിയെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. മെസ്സേജ് അയച്ചതിന് നന്ദി. നമുക്ക് ഡോക്ടർ ഒരു കോളർ വെയിറ്റിംഗ് ആണ്. ഹലോ കെയറിംഗ് ഹാൻഡ്സിലേക്ക് സ്വാഗതം. ആരാണ്? ധനലക്ഷ്മി. എവിടുന്ന് വിളിക്കുന്നു ധനലക്ഷ്മി? ഞാൻ പൂജപ്പുരന്നാണ്. ധനലക്ഷ്മി, നമ്മുടെ ഇന്നത്തെ ടോപ്പിക് സ്ത്രീകളിലെ അനീമിയ അഥവാ വിളർച്ചയാണ്. ഡോക്ടറിന്റെ സംസാരിച്ചോളൂ. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. ഗുഡ് ആഫ്റ്റർനൂൺ. പറയും മാം, നമുക്ക് ഈ അനീമിയ ഉണ്ട് എന്ന് മനസ്സിലാക്കാവുന്ന ലക്ഷണങ്ങൾ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും? സ്വന്തമായിട്ട് നമുക്കതൊരു അനീമിയ ഉണ്ടോ, അനീമിക്ക് ആവുന്നുണ്ടോ എന്ന് അറിയാൻ നമുക്ക് മെയിൻലി നമുക്ക് ക്ഷീണം, തലകറക്കം, നമുക്കൊരു എക്സേർട്ട് ചെയ്യാനുള്ള കഴിവ് കുറവ്, എപ്പോഴും ഉറക്കം തൂങ്ങിയിരിക്കുന്ന ഒരു ഉന്മേഷമില്ലായ്മ, ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ അനീമിയാന്ന്. പിന്നെ നമുക്ക് തന്നെ നോക്കിയാൽ അറിയാൻ പറ്റും. കണ്ണിൻ്റെ അവിടെ നോക്കിയാൽ അറിയാൻ പറ്റും, നാക്കിൽ നോക്കിയാൽ അറിയാൻ പറ്റും. ഒരു നമ്മുടെ മ്യൂക്കോസ എല്ലാം ഒരു വിളറിയിരിക്കുന്ന ഒരവസ്ഥ, അതാണ് ഇതിൻ്റെ ലക്ഷണമായിട്ട് കാണുന്നത്. മുടി കൊഴിച്ചിലൊക്കെ അതിന് ഒരു മുടി കൊഴിച്ചിൽ വരാം. അനീമിയ ഉള്ളവർക്ക് മുടി കൊഴിച്ചിൽ വരാം. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോടുള്ള ഒരു റിക്വസ്റ്റ്, വാട്സാപ്പ് നമ്പറിലേക്ക് ദയവ് ചെയ്ത് നിങ്ങൾ ഫോൺ ചെയ്യരുത്. നിങ്ങളുടെ സംശയങ്ങൾ ഓഡിയോ ആയിട്ട്, വോയിസ് മെസ്സേജ് ആയിട്ട് അയക്കാതെ ദയവ് ചെയ്ത് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് തന്നെ വാട്സാപ്പിൽ അയയ്ക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കോളേഴ്സ് ഫോൺ വിളിക്കേണ്ട നമ്പർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, അതിലേക്ക് തന്നെ വിളിക്കുക. ഡോക്ടർ, നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടി വന്നിരിക്കുന്നത് രശ്മിയാണ് കരുനാഗപ്പള്ളിയിൽ നിന്ന്. 40 വയസ്സായി, രാവിലെ എണീക്കുമ്പോൾ നല്ല ക്ഷീണമുണ്ട്, അത് വിളർച്ചയുടെ ലക്ഷണമാണോ എന്നാണ്. അതൊരു ലക്ഷണം തന്നെയാണല്ലോ അല്ലേ? ക്ഷീണം എപ്പോഴും വിളർച്ചയുടെ ഒരു ലക്ഷണമായിട്ട് വരാം, പക്ഷെ ഒരിക്കലും വിളർച്ച മാത്രം കൊണ്ടല്ല നമുക്ക് ക്ഷീണം വരുന്നത്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഡോക്ടർ സംസാരിച്ചുകൊണ്ടിരുന്നത് വിവിധ ഘട്ടങ്ങളിലെ അനീമിയെ കുറിച്ചായിരുന്നു. അതിൽ ഈ അഡോളസെൻസിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അത് ഡോക്ടർ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ അഡോളസെൻറ്റിൽ നമ്മൾ പറഞ്ഞു വന്നത് ഇതാണ്, ഈ നമ്മൾ ബ്ലീഡിങ്ങിൻ്റെ അസസ്മെൻറ്റ്, അത് എത്ര നമ്മളീ പറയുന്ന 4 മുതൽ 7 ദിവസങ്ങളിൽ കൂടുതൽ, 10 ദിവസം, 15 ദിവസം, 20 ദിവസമൊക്കെ ബ്ലീഡ് ചെയ്താലും വീട്ടിലിപ്പം അമ്മമാരോട് പറയാതെയും തനിയെ തന്നെ ഡ്രസ്സ് ചെയ്തൊക്കെ പോയി വന്ന് അങ്ങനെയൊക്കെ പോകുമ്പോൾ ഭയങ്കര ബ്ലഡ് കുറഞ്ഞു കഴിഞ്ഞിട്ട് ചിലപ്പോൾ അറിഞ്ഞു എന്ന് വരില്ല. അപ്പോൾ അഡോളസെൻറ്റിലെ അനീമിയ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്യൂച്ചറിലല്ലെങ്കിൽ അത് വലിയ പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പോൾ നല്ല പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണെങ്കിൽ നല്ല മിടുക്കരായ പിള്ളേർ പോലും പുറകിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ എത്ര തിരക്കെന്ന് പറഞ്ഞാലും നമുക്ക് ആവശ്യമായ ഫുഡ് കഴിക്കുന്നതിലും ക്വാളിറ്റിയുള്ള ഫുഡ്, അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുന്നതിലും ഇപ്പോഴത്തെ കുട്ടികൾ മിക്കവരും ഇലക്കറികളൊന്നും കഴിക്കുകയില്ല. അത് ഇലക്കറികളിൽ നല്ല അയണാണ്. അത് ആ ഇലക്കറികളിൽ അയണിലൊരു വ്യത്യാസം തന്നെ അബ്സോർപ്ഷൻ, അത് നമ്മുടെ ബോഡിയിലോട്ട് എടുക്കുന്നതും കൂടുതൽ ഫൈബർ ഇതെല്ലാം വരുന്നതുകൊണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ എന്ത് ഫുഡാണെന്നുള്ളതിലും ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചു. പിന്നെ ഈ പറഞ്ഞ പോലെ നല്ല വൈറ്റമിൻ സി ഒക്കെ അടങ്ങി അബ്സോർപ്ഷന് നമ്മുടെ ശരീരത്തിലോട്ട് ആഗിരണം ചെയ്യുന്നതിന് വൈറ്റമിൻ സി നല്ലത്. നമ്മുടെ നെല്ലിക്ക ഉണ്ടല്ലോ, ഗൂസ്ബെറി, അത് നമ്മൾ ഇതിൻ്റെ കൂടെ കഴിച്ചാൽ അതിനകത്തെല്ലാം ഉണ്ട്.
അപ്പോൾ പണ്ടൊക്കെ ഉള്ള ഒരു രീതിയിലെന്ന് വന്ന മാറ്റങ്ങൾ ശരിക്കും നമ്മുടെ ഹെൽത്തിനെ ഒരുപാട് ബാധിക്കുന്നുണ്ട്. ഡെയിലി ഒരു നെല്ലിക്ക കഴിച്ചാൽ തന്നെ ഒരു നല്ല പരിധി വരെ എന്ന് പറഞ്ഞാൽ ആ അയൺ അബ്സോർബ് ചെയ്യുന്ന അയണാണ്. അപ്പോൾ നമ്മൾ ചുമ്മാ അയൺ തിന്നാൽ മാത്രം പോരാ, അത് അങ്ങോട്ട് ശരീരത്തിൽ കൂടുതൽ അയണം നമ്മുടെ ബോഡിയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്, അങ്ങോട്ട് അകത്തോട്ട് എടുക്കാതെ. അതുകൊണ്ട് പിന്നെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കാനുള്ളത് പ്രഗ്നൻസി തന്നെയാണ്. പ്രഗ്നൻസി എന്ന് പറയുന്നത് നമ്മുടെ രക്തത്തിൻ്റെ ഒരു ഡൈല്യൂഷൻ വരുന്ന സമയമാണ്, രക്തം നേർത്തു പോകുന്ന ഒരു സമയമാണ്. ആ സമയത്ത് നമുക്ക് അയൺ കുറയാൻ സാധ്യതയുണ്ട്, നോർമലി തന്നെ കുറയും. പിന്നെ ഡിമാൻഡ്, കൊച്ചു വളരാൻ അയൺ വേണം, കൊച്ചിന് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻക്രീസ്ഡ് ഡിമാൻഡാണ്. ഇൻക്രീസ്ഡ് ഡിമാൻഡും ഉണ്ട്, ഹീമോ ഡൈല്യൂഷൻ കൊണ്ട് അത് ബ്ലഡ് ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ അളവ് കുറയുന്നതുണ്ട്. പിന്നെ ഉള്ളത് ഗർഭകാലത്ത് ഞാൻ ഈ പറഞ്ഞ ആഗിരണശേഷി വളരെ കുറവാണ്. യൂട്രസ് ഇങ്ങനെ വലുതായി വരുമ്പോൾ അല്ലെങ്കിൽ ഗർഭപാത്രം വലുതായി വരുമ്പോൾ അത് നമ്മുടെ കുടലിനെയൊക്കെ അമർത്തി വെക്കുന്നത് കൊണ്ട് നമ്മൾ കഴിക്കുന്ന ഫുഡ് തന്നെ പതുക്കെ പതുക്കെയാണ് താഴെ കുടലിലോട്ട് പോകുന്നത്. പിന്നെ കുടലിൽ നിന്ന് അതിൻ്റെ ആഗിരണശേഷിയും കുറവാണ്. അപ്പം ഗർഭകാലത്ത് അങ്ങനെ അനീമിയ ഉണ്ടാവാൻ ഒരുപാട് കാരണങ്ങൾ അതിൻ്റെ കൂടെ തന്നെയുണ്ട്. പിന്നെ അത് കൂടാതെ ഇപ്പോൾ ഹൈപ്പറമീസിസ്, ഭയങ്കര ഛർദിലുള്ള സ്ത്രീകളുണ്ട്, ചില ഫുഡ് അവർക്ക് ഇഷ്ടപ്പെടാത്തവരുണ്ട്. അപ്പം ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഗർഭകാലത്ത് അല്ലെങ്കിൽ പോലും അനീമിയ വരാം. അപ്പം നേരത്തെ ഒരു അനീമിയ ഉണ്ടെങ്കിൽ അത് മൂർച്ഛിക്കാം. അപ്പോൾ ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും ഡെലിവറിയോട് അടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഹീമോഗ്ലോബിൻ ഇല്ലെങ്കിൽ നമുക്ക് ആ ഡെലിവറി സമയത്തുണ്ടാകുന്ന സ്ട്രെസ്സുകൾ നമുക്ക് താങ്ങാൻ പ്രയാസമായിരിക്കും. പിന്നെ ഡെലിവറി ടൈമിൽ എന്തെങ്കിലും ഒരു രക്തസ്രാവം വന്നു കഴിഞ്ഞാൽ നമുക്കത് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ആ സമയത്ത് നമുക്ക് ബോഡിക്ക് വലിയ പ്രശ്നങ്ങളുണ്ടാകും. ഡോക്ടർ, ഈ നമ്മൾ ഈ മെൻസ്ട്രുവേഷൻ സമയത്തെക്കുറിച്ച് ഡോക്ടർ സൂചിപ്പിച്ച ഒരു സംശയം ചോദിക്കാനുള്ളത്, ചില പെൺകുട്ടികൾ ഈ സമയത്ത് തലകറങ്ങി വീഴുക എന്ന് പറയുന്നത് വളരെ കോമൺ ആണ്. അത് എന്തുകൊണ്ടാണ് ഡോക്ടർ? ഈ പറഞ്ഞ പോലെ അനീമിയ പോലുള്ള ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ളത് കൊണ്ടായിരിക്കുമോ അതോ മറ്റ് എല്ലാ തലകറക്കവും അതുകൊണ്ടല്ല. അനീമിയ ഉണ്ടെങ്കിൽ തലകറക്കം ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അല്ലാതെ മിക്കവാറും നമ്മൾ കണ്ടിരിക്കുന്നത് ഈ മെൻസ്ട്രേഷൻ്റെ കൂടെയുള്ള ഒരു പെയിൻ ഉണ്ടല്ലോ, നമ്മൾ ഡിസ്മെനോറിയ എന്ന് പറയും. ആ പെയിൻ കൊണ്ട്, ആ സ്പാസം കൊണ്ടുമൊക്കെയാണ് പല കുട്ടികൾക്കും തലകറക്കം വരുന്നത്. ഈ അനീമിയ മാത്രം കൊണ്ടല്ല. ആ സമയത്തുണ്ടാകുന്ന സ്പാസവും ഈ അതിൻ്റെ ആ പെയിനും അതൊക്കെ കൊണ്ടാണ് പല കുട്ടികൾക്കും തലകറക്കം വരുന്നത്. മിക്കവാറും അനീമിയ അതിൻ്റെ ഒരു കാരണം തന്നെയാണ്, പക്ഷെ എല്ലാ കുട്ടികളിലും വരുന്ന തലകറക്കം അതുകൊണ്ടല്ല. ഓക്കെ ഡോക്ടർ, ഈ മെൻസ്ട്രുവേഷൻ ഏജിലേക്ക് കടക്കുന്ന സമയത്ത് ഇപ്പം എല്ലാ സമയത്തും നമ്മൾ ഡോക്ടർ പറഞ്ഞ പോലെ അയൺ റിച്ച് ഫുഡ് കഴിക്കണം. പക്ഷേ ഈ മെൻസ്ട്രുവേഷനിലേക്ക് കടന്നു കഴിയുമ്പോഴേക്കും കൂടുതലായിട്ട് എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടോ? മെൻസ്ട്രുവേഷൻ എന്ന് പറയുന്ന ഒരു ബ്ലഡ് ലോസ് തന്നെയാണ്. ബ്ലഡ് നമുക്ക് ലൂസ് ചെയ്യുന്നതാണ്. നോർമലി ആണെങ്കിൽ പോലും ഒരു 30 ml പോയി കഴിഞ്ഞാൽ നമുക്കതിനെ ബോഡിയിൽ നിന്ന് തന്നെ അത് റീകൂപ്പ് ചെയ്ത് വരണം. ആ നഷ്ടപ്പെടുന്നത് നഷ്ടം തന്നെയാണ്. അത് പിന്നെ അത് ഉണ്ടായി വരണം. അപ്പം നമ്മൾ ആ സമയത്ത് നമ്മൾ ആഹാരത്തിലും ബാക്കി കാര്യങ്ങളിലും ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. അയൺ ഉള്ള ആഹാരങ്ങൾ കഴിക്കുകയും മറ്റ് ധാരാളം വെള്ളം കുടിക്കുക, ഇതൊക്കെ ചെയ്താൽ മാത്രമേ ശരിയാവുള്ളൂ. ഓക്കെ ഡോക്ടർ, ഈ ഡെലിവറിക്ക് ശേഷമുള്ള സമയം, ഡെലിവറിയുടേത് വരെ ഡോക്ടർ പറയും, ഇപ്പോൾ പ്രഗ്നൻസി പീരീഡ് ആണെങ്കിലും ഒരുപാട് അയൺ ആവശ്യമുള്ളൊരു സമയമാണ്. ഡെലിവറിയുടെ ശേഷമുള്ള ഒരു സമയം അതെങ്ങനെയാണ് ഡോക്ടർ? പ്രഗ്നൻസിയുടെ ഇത് പറഞ്ഞപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അയൺ സപ്ലിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, അയണും കാൽസ്യം നമ്മൾ ഗർഭകാലത്ത് കൊടുക്കുന്ന ഒരു സാധനം തന്നെയാണ്. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ സ്റ്റോറെല്ലാം ഫുള്ളാക്കി വെക്കണമെന്നുള്ളതാണ് നമ്മൾ. അപ്പോൾ പലരും ചോദിക്കാറുണ്ട്, നല്ല ആഹാരം മാത്രം കഴിച്ചാൽ പോരെയെന്ന്. അത് പോരാന്ന് തന്നെ നമ്മൾ പറയും. എന്നാൽ ഈ സപ്ലിമെൻറ്റ്സും കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ അയൺ സ്റ്റോഴ്സ് എല്ലാം നല്ലതായിട്ട് ഇരിക്കുകയുള്ളൂ. നമുക്ക് ഡെലിവറി ടൈമിലൊക്കെ ഒരു ക്രൈസിസ് വന്നാൽ അത് വിസ്റ്റാൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല ബോഡിയിൽ നല്ല അയൺ ഉണ്ടായിരിക്കണം. അതേ ഇത് തന്നെയാണ് നമ്മൾ ലാക്ടേഷനിൽ വരുമ്പോഴും നമ്മൾ അയൺ സപ്ലിമെൻറ്റ്സ് കഴിക്കാൻ പറയുന്നുണ്ട്. അയണും കാൽഷ്യവും ഒക്കെ കഴിക്കുന്നതാണ് നല്ലതെന്ന്. പലപ്പോഴും എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ പ്രഗ്നൻസി കഴിഞ്ഞ ഉടനെ ഒരു ഗർഭിണിക്ക് ഒരു പരിചരണം, പോസ്റ്റ്നേറ്റൽ ഒരു കെയർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന സാധനങ്ങളെല്ലാം മധുരവും എണ്ണയും, നമുക്കറിഞ്ഞൂടെ, ലേഹ്യങ്ങൾ, എണ്ണകളും അങ്ങനെയുള്ള സാധനങ്ങളാണ് കൂടുതൽ കൊടുക്കുക. അതിലൊക്കെ അയൺ കാണുമായിരിക്കും കുറച്ചൊക്കെ, പക്ഷേ എന്നാലും നമ്മൾ അയൺ റിച്ച് ഫുഡ് കഴിക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫുഡും അതിനോടൊപ്പം സപ്ലിമെൻറ്റ്സും എടുക്കണം. എടുത്താൽ മാത്രമേ ആ ലാക്ടേഷൻ, ആ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക്, കുഞ്ഞിനും വേണം അയൺ,
കുഞ്ഞിന് മുലപ്പാലിലൂടെയൊക്കെ അയൺ കിട്ടും. അപ്പം നമുക്ക് ബോഡിയിലുണ്ടെങ്കിൽ അത് മുലപ്പാലും കറക്റ്റായിട്ട് ഉണ്ടാവുകയുള്ളൂ. മുലപ്പാൽ ഉണ്ടാവാൻ ഇതെല്ലാം ആവശ്യമാണ്. അതെ അതെ ഡോക്ടർ, നമുക്കൊരു കോളർ വെയിറ്റിംഗ് ആണ്. ഹലോ ഹലോ, കെയറിംഗ് ഹാൻഡ്സ്, ആരാണ്? രേവതിയാണ്. എവിടുന്ന് വിളിക്കുന്നു രേവതി? ശാസ്തമംഗലം. ഓക്കെ രേവതി, ഇന്നത്തെ ടോപ്പിക് സ്ത്രീകളിലെ വിളർച്ച അഥവാ അനീമിയാണ്. ഡോക്ടറോട് സംസാരിച്ചോളൂ. ഓക്കെ ഡോക്ടർ, നമ്മളിപ്പോ ഒന്ന് കിടന്നിട്ട് ഇങ്ങനെ എണീക്കുമ്പം പെട്ടെന്ന് ഇങ്ങനെ തല കറങ്ങുന്നത് ഈ അനീമിക് ആയതുകൊണ്ടാണോ? കിടന്നിട്ട് പെട്ടെന്ന് എണീക്കുമ്പോൾ ഉള്ള തലകറക്കം അനീമിക്കും വരാം. ബ്ലഡ് കുറവുള്ളവർക്കും അങ്ങനെ വരാം. അതിന് വേറെ പല കാരണങ്ങളുമാണ്. നമ്മൾ പൊസിഷൻ മാറുന്നിട്ട് പൊസിഷനിലായിട്ടുള്ള വെർട്ടേഗോ പറയും. പിന്നെ കഴുത്തിന് എന്തെങ്കിലും നമുക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അങ്ങനെ തലകറക്കം വരാം. അത് വെർട്ടേഗോ എന്ന് പറയുന്നത് വേറൊരു ഇതാണ്. പക്ഷെ അതിൻ്റെ ഒരു കാരണം അനീമിയാവാം. അനീമിയ കൊണ്ട് മാത്രമല്ല അങ്ങനെ വരുന്നത്. ഓക്കെ, ഇപ്പൊ ഈ പ്രഗ്നൻസി സമയത്തൊക്കെ എത്ര കഴിച്ചാലും അയൺ കൂടത്തില്ലായിരുന്നു. അങ്ങനത്തെ ഒരു ബോഡി നേച്ചർ. അത് ഞാൻ നേരത്തെ പറഞ്ഞാണ് എൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസി സമയത്ത് നമ്മുടെ ബോഡിയുടെ ഡിമാൻഡ് കൂടുതലാണ്. നമ്മൾ കഴിക്കുന്നതിൻ്റെ ആവശ്യകത കൂടുതലാണ് കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കെല്ലാമായിട്ട്. കുഞ്ഞ് ഗർഭപാത്രം വലുതാവണം. അപ്പോൾ ഇതിനെല്ലാം നമുക്ക് അയൺ ആവശ്യമുണ്ട്. സമയം വെച്ച് ഒരുപാട് കഴിച്ചാലും കൂടുന്നില്ലായിരുന്നു. അല്ല, അതിൻ്റെ രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് ആഗിരണം. നമ്മൾ കഴിച്ചാലും അത് ബോഡിയിലോട്ട് എടുക്കുന്നത്. പിന്നുള്ളത് അയണിൻ്റെ കൂടെ മറ്റു മരുന്നുകൾ കഴിക്കരുത്, കാൽസ്യം പോലുള്ള. അത് നമ്മുടെ അബ്സോർപ്ഷൻ കുറയ്ക്കും. പലർക്കും നമ്മൾ അയണും കാൽസ്യം കൊടുത്താൽ രണ്ടും കൂടെ ഒന്നിച്ച് വായിലിടും. എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് പാലും കുടിക്കും. അപ്പോൾ അബ്സോർപ്ഷൻ കുറയും. അയൺ സെപ്പറേറ്റ് അത് കഴിക്കുമ്പോൾ അത് മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ അത് അങ്ങനെ ആഗിരണശേഷി കുറഞ്ഞിരിക്കും. പിന്നെ നമുക്ക് ഡിമാൻഡ് കൂടിയിരിക്കും. ഇതിനെല്ലാം ഉപരി നമ്മുടെ ബ്ലഡ് നേർത്തതാവും, കൂടുതൽ ഫ്ലൂയിഡാവും ബ്ലഡിൽ. നമ്മൾ നേരത്തെ ഉള്ള കട്ടി ബ്ലഡിന് കാണില്ല. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ കുറഞ്ഞ് തന്നെ കാണിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു 10 എന്ന് പറയുന്നത്. ഇപ്പോൾ 12 ഇല്ലെങ്കിലും 10 വേണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഗർഭകാലത്ത് നമുക്ക് ശരിക്കും നല്ല ഹിമോഗ്ലോബിൻ ഉള്ളവർക്കും ഒരു ഫോൾ അവിടെ വരാം. നോർമലി അങ്ങനെ വരാം. ടാബ്ലറ്റിനെക്കാട്ടി എപ്പോഴും ഫുഡ് തന്നെയാണ് ഐഡിയൽ അല്ലേ? അല്ല, നമ്മൾ ടാബ്ലറ്റ് എന്ന് പറയുന്നത് അധികം ഡിമാൻഡുള്ള സമയത്ത് നമ്മൾ ടാബ്ലറ്റും കൂടെ കൊടുക്കും എന്നുള്ളതാണ്. ഓരോ ഫുഡിലും ഉള്ള അയണിൻ്റെ അളവ് വ്യത്യാസമില്ലേ? നമുക്കിപ്പം ഒരു ടാബ്ലറ്റ് കൊടുത്താൽ നമുക്ക് പറയാൻ പറ്റും അതിനകത്ത് 200 മില്ലിഗ്രാം ഉണ്ട്, അല്ലെങ്കിൽ 60 മില്ലിഗ്രാം ഉണ്ട്. അത് അതിനകത്ത് അളവിൽ നമുക്കൊരു അസസ്മെൻ്റ് ഉണ്ട്. ഇപ്പം നമ്മുടെ എല്ലാ സാധനങ്ങളും ഒരു ദിവസം നമുക്ക് എത്ര വേണം എന്നുള്ളതിന് കണക്കുകളുണ്ട്. അപ്പോൾ അതനുസരിച്ച് ആ ഒരു കണക്കിൽ നിന്നാണ് ഈ മെഡിസിൻസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരു തരത്തിലും നമുക്ക് ഡെഫിഷ്യൻസി വരില്ല എന്നുള്ളതാണ്. ഫുഡ് രാത്രിയാണോ ഈ അയൺ ടാബ്ലറ്റ് കഴിക്കേണ്ടത്? അത് എല്ലാവർക്കും ചിലർക്ക് രാത്രി കഴിച്ചു കഴിഞ്ഞാൽ രാത്രി മുഴുവൻ ഗ്യാസിൻ്റെ പ്രോബ്ലമാണ്. അത് അങ്ങനെയില്ല, ഏത് സമയത്ത് കഴിക്കണമെന്നുള്ള നിർബന്ധമല്ല. ഓക്കെ, ഈ പല്ല് കറക്കും എന്നൊക്കെ പറയുന്നത് ശരിയാണോ? പല്ല് കറക്കുന്നത് പലപ്പോഴും അയൺ ടോണിക്ക് കഴിക്കുമ്പോഴാണ്. അയൺ ടോണിക്കിലുള്ള അത് മരുന്നിൻ്റെ ഒരു ഇഫക്റ്റ് കൊണ്ടാണ്. അതങ്ങനെ പെർമനൻ്റായിട്ട് കറുത്തൊന്നും ഇരിക്കില്ല. നമ്മൾ കഴിക്കുമ്പം കറക്കും, പിന്നെ അതങ്ങ് മാറും. അതങ്ങനെ അതിൻ്റെ ആ ടോണിക്കിൻ്റെ ഒരു നിറം വരുന്നതാണ്, അല്ലാതെ അത് ഒരു പെർമനൻ്റ് ഒരു ഡാമേജ് ഒന്നുമല്ല. ഡോക്ടർ, ഈ ഗർഭാശയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങൾ അതുകൊണ്ടുണ്ടാകുന്ന ഈ പറഞ്ഞ ഒരു അവസ്ഥ എപ്പോഴാണ്, ഏതൊക്കെ രോഗങ്ങളിലാണ് ഈ തരത്തിൽ വിളർച്ച വരുന്നത്? ഗർഭാശയ രോഗങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് മാത്രം ഉണ്ടാവും. സ്ത്രീകൾക്ക് മാത്രമുള്ളവ ഗർഭാശയം, അണ്ഡാശയം, ഇതെല്ലാം സ്ത്രീകളിൽ മാത്രമുള്ളതാണ്. ഇതിൽ രോഗങ്ങൾ നമ്മൾ കൂടുതലും കണ്ടുവരുന്നത് കുറച്ചും കൂടെ നമ്മൾ പ്രായമാകുമ്പോൾ, ഈ നേരത്തെ പറഞ്ഞ ഒരു 40-45 വയസ്സൊക്കെ ആകുമ്പോഴാണ് ഇതിൽ കൂടുതൽ വരുന്നത്. മറ്റ് പ്രായങ്ങളിൽ വന്നുകൂടായികയില്ല, എന്നാൽ നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അതിൽ മെയിൻലി നമ്മൾ കാണുന്നത് ഒന്ന് ഗർഭാശയത്തിലെ മുഴകളാണ്. ഫൈബ്രോയിഡ്സ് എന്നൊക്കെ പറയുന്ന മുഴകൾക്ക് പലപ്പോഴും നമുക്ക് അമിത രക്തസ്രാവമാണ്. അത് നമുക്ക് മാസമുറ അടുപ്പിച്ചടുപ്പിച്ച് വന്നു കഴിഞ്ഞാൽ കൂടുതൽ ദിവസം നീണ്ടു നിൽക്കാം. നോർമൽ പീരീഡ് ഒരു 3-4 ദിവസം ഉള്ളെങ്കിൽ അപ്പോഴും ഹെവി മെൻസ്ട്രൽ ബ്ലീഡിങ് എന്ന് പറയും. നമ്മൾ വിചാരിക്കാതെ പാഡിലൊന്നും നിൽക്കാതെ പലരും പറയും 2 പാക്കറ്റ് 3 പാക്കറ്റൊക്കെ ഒരു ദിവസം വേണ്ടി വരുന്നു. അത്രയും ഭയങ്കരമായിട്ട് ബ്ലീഡ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ എന്താണ്, ബ്ലഡ് ലോസാണ്. ഗർഭപാത്രത്തിൽ നിന്നുള്ള ലോസ് അത് ഏത് രീതിയിലായാലും
ശരിക്കും പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. അത് മാസത്തിൽ ഒരിക്കൽ എന്നുള്ളതാണ്. ചിലർക്ക് ഇപ്പോൾ 2 ആഴ്ച കൂടുമ്പോൾ 3 ആഴ്ച കൂടുമ്പോഴൊക്കെ ഈ സമയമാവുന്നതിന് മുമ്പ് തന്നെ വീണ്ടും അടുപ്പിച്ചടുപ്പിച്ച് രക്തസ്രാവം ഉണ്ടാവാറുണ്ട്. പിന്നെ ഗർഭപാത്രത്തിലെ ക്യാൻസർ, ഗർഭപാത്രത്തിലുണ്ട്, അതിൽ ഈ ഗർഭാശയ മുഖത്തിലുണ്ടാകും, നമ്മൾ സെർവിക്സ് എന്ന് പറയും. ക്യാൻസർ സെർവിക്സ് ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അത് ഒരു ഹെവി ബ്ലീഡിങ് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വന്നു. അപ്പം ഇങ്ങനെയുള്ള ഗർഭപാത്രത്തിലെ പല അസുഖങ്ങളും ആദ്യം നമ്മൾ അറിയുന്നത് ഈ ഹീമോഗ്ലോബിൻ കുറഞ്ഞിട്ടാണ്. പിന്നെ നമ്മൾ നമ്മുടെ അബ്നോർമൽ യൂട്രൈൻ ബ്ലീഡിങ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹോർമോണൽ വ്യതിയാനങ്ങൾ കൊണ്ട് നമ്മൾ സ്കാനിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാലൊന്നും അതിലൊന്നും വലിയ പ്രശ്നമൊന്നും കാണില്ല, ഗർഭപാത്രത്തിൻ്റെ സൈസിലൊന്നും വ്യത്യാസം കാണില്ല. പക്ഷേ ഇങ്ങനെ ബ്ലീഡിങ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് ഈ പറഞ്ഞതുപോലെ ചിലപ്പോൾ ഒരിക്കൽ ബ്ലീഡിങ് വന്ന് ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും വരും. ഇങ്ങനെ ഒരു 4-5 വട്ടം അടുത്ത് വരുമ്പോൾ തന്നെ മിക്കവാറും അവർക്ക് അനീമിയ ഉണ്ടാവും. പിന്നെ ഗർഭപാത്രത്തിലെ ക്യാൻസറിനൊക്കെ ഇതുപോലെ അനീമിയായിട്ട് പ്രസൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഗർഭാശയ രോഗങ്ങളിൽ പലതിൻ്റെയും ലക്ഷണമായിട്ട് വരുന്നത് ഇതാണ്. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ അറിയാതെ പോകാവുന്നതാണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഹെമറോയിഡ്സ്. ഒരു ഏജ് വരുമ്പോൾ ഒരുപാട് സ്ത്രീകൾക്ക് ഹെമറോയിഡ്സ് വരാറുണ്ട്. അപ്പോൾ അത് അല്ലെങ്കിൽ പൈൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഇതുപോലെ ബ്ലഡ് ലോസാണ് അവിടെയും വരുന്നത്. അപ്പോൾ അതിന് പിന്നെ നമ്മൾ ഇപ്പം ഈ റെക്ടൽ ക്യാൻസർ എന്ന് പറയുന്നത്, അതിനും ബ്ലീഡിങ്, മലത്തിൽ കൂടെ ബ്ലഡ് പോകുന്നു. അപ്പം ഇങ്ങനെ ഏത് തരത്തിൽ ലോസ് ഉണ്ടായാലും നമുക്ക് അനീമിയ വരാമെന്നുള്ളതാണ്. അപ്പം ഏത് തരത്തിലാണെങ്കിലും ബ്ലഡ് ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു മുറിവുണ്ടായാലും അവിടെയും നമുക്ക് ബ്ലഡ് ലോസാണ്. ശരീരത്തിലുള്ള ബ്ലഡ് ശരിക്കും പറഞ്ഞാൽ നമ്മളല്ലാതെ ഒരു നോർമൽ ഒരാളിന് ബ്ലഡ് ലോസ് ഇല്ല. ഇപ്പോൾ മെയിൽസിൻ്റെ കാര്യം എടുത്തവർക്ക് ഒരു അസുഖമൊന്നുമില്ല, ബ്ലഡ് ലോസ് ഇല്ല. പക്ഷേ സ്ത്രീക്ക് എല്ലാ മാസവും ഒരു ബ്ലഡ് ലോസ് ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ അവരെപ്പോഴും ഹൈ റിസ്ക് ഫോർ അനീമിയ തന്നെയാണ്. ഓക്കെ ഡോക്ടർ, വാട്സാപ്പിൽ വന്ന അടുത്തൊരു ചോദ്യം, വിളർച്ച പരിഹരിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയാമോ ഡോക്ടർ? മകൾക്ക് HB കുറവാണ്, ടെസ്റ്റ് ചെയ്തപ്പോൾ കൊടകരയിൽ ഡോക്ടർ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പം ഇത് ശരിയാക്കാൻ അത് നമ്മൾ ബ്ലഡ് അനീമിയ കറക്റ്റ് ചെയ്യാനുള്ള ഫസ്റ്റ് നമ്മളെപ്പോഴും ആഹാരം തന്നെയാണ്. നമ്മൾ കൂടുതൽ അയൺ റിച്ച് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. മീറ്റിലൊക്കെ ഉണ്ട്, പിന്നെ നമ്മുടെ ഇതിൽ ഇലക്കറികൾ, ഗ്രീൻ ലീഫി വെജിറ്റബിൾ നല്ല സോഴ്സാണ് അയണിൻ്റെ. അതിൻ്റെ ആ അയൺ എപ്പോഴും നമ്മൾ അതിൻ്റെ ഗുണം നല്ലവണ്ണം ആഗിരണം ചെയ്യുന്ന അയണാണ്. അപ്പോൾ അതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ അങ്ങനെ ഫുഡിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അതിപ്പോൾ ഒരു 10 ഗ്രാമിന് അടുപ്പിച്ചൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫുഡിൽ തന്നെ ശരിയാക്കാൻ പറ്റും. നല്ല അയണുള്ള സാധനങ്ങൾ കഴിച്ചാൽ മതി. അതിലും ഒരുപാട് കുറവാണെങ്കിൽ 10 കുറവ്, ഇപ്പോൾ 8 മുതൽ 10 വരെയാണ് നമ്മുടെ HBയുടെ ലെവലെങ്കിൽ നമ്മൾ അയൺ സപ്ലിമെൻറ്റ്സ് തന്നെയാണ്. അയൺ ടാബ്ലറ്റോ അയൺ ടോണിക്കോ അങ്ങനെ അയൺ ഉള്ള എന്തെങ്കിലും മെഡിക്കേഷൻ തന്നെ അവിടെ ആവശ്യമായിട്ട് വരും. പക്ഷേ 8ൽ കുറഞ്ഞ് വന്നാൽ നമ്മൾ പലപ്പോഴും ഒരു 7 മുതൽ 8 വരെയൊക്കെ നമ്മൾ ഇഞ്ചെക്റ്റബിൾ മരുന്നുകളുണ്ട്, അയണിൻ്റെ തന്നെ ഇഞ്ചെക്ഷൻസ് ഉണ്ട്, അത് കൊടുക്കണം. അത് നമുക്കത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്നത് ഒരു 2 ആഴ്ച എടുക്കും. അയൺ ഇഞ്ചെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അത് ശരിയായിട്ട് വരാനായിട്ട് നോർമൽ ഹീമോഗ്ലോബിനിൽ അതിലും കുറഞ്ഞു പോയാൽ നമ്മൾ ക്രിട്ടിക്കൽ എന്ന് പറയും, നല്ല സിവിയർ അനീമിയ എന്ന് പറയും. 7ലൊക്കെ കുറഞ്ഞ് ഇപ്പോൾ 6ലൊക്കെ കുറഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും ഭയങ്കര ക്ഷീണവും അവരെ കൊണ്ടൊന്നിനും പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പോകും. അങ്ങനെ വരുമ്പോൾ നമ്മൾ രക്തം, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, രക്തം തന്നെ അടയ്ക്കേണ്ട അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ അതാണ് ആ സമയത്താണ് നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പറയുന്നത്. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നമ്മൾ കൊടുക്കുന്നത് ഇതുപോലെ HB വളരെ കുറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിലും പിന്നെ ശരീരത്തിൽ ഏതെങ്കിലും അസുഖം നമ്മൾ പെട്ടെന്ന് ട്രീറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഒരു ഓപ്പറേഷന് വേണ്ടി വരും. ഗർഭപാത്രത്തിലൊരു വലിയ മുഴയാണ് വരുമ്പോൾ രക്തം ഒരു 5 ഗ്രാമേ ഉള്ളൂ അല്ലെങ്കിൽ 6 ഗ്രാമേ ഉള്ളെങ്കിൽ നമ്മൾ ആ ഓപ്പറേഷൻ താമസിപ്പിക്കും തോറും വീണ്ടും രക്തം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. നമുക്കത് അതിൻ്റെ പത്തോളജിയോടെ നമ്മൾ മാറ്റിയേ പറ്റുള്ളൂ. എന്താണ് പ്രശ്നം, അതിൻ്റെ റൂട്ട് കോസ് നമ്മൾ മാറ്റിയേ പറ്റും. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ പെട്ടെന്ന് രക്തം അടച്ച് ആ ഹീമോഗ്ലോബിനൊന്ന് ശരിയാക്കി വെച്ചോണ്ടായിരിക്കും ഓപ്പറേഷൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ ഓപ്പറേഷൻ താങ്ങാൻ അവർക്ക് സാധിക്കില്ല. ഈ നമ്മൾ ഹീമോഗ്ലോബിൻ കുറവെന്ന് പറയുന്നത് നമ്മുടെ ഒരു വളർച്ച മാത്രമല്ല, ഇപ്പോൾ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കും. ഇപ്പോൾ നമുക്കൊരാളിന് ഓപ്പറേഷൻ ചെയ്യണ മയക്കുമരുന്ന് കൊടുക്കണമല്ലോ, ആ സമയത്ത് അവരുടെ ഹെൽത്തിനെ ബാധിക്കും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ലാതെ ഒരു വളർച്ച പുറത്ത് കാണുന്ന ഒരു വളർച്ച മാത്രമല്ല, ഹോൾ ബോഡിയിൽ അവർക്ക് പ്രശ്നങ്ങളുണ്ടാകും.
അപ്പം അങ്ങനെ പെട്ടെന്ന് തന്നെ BP കുറഞ്ഞു പോയി, കിഡ്നിക്ക് തകരാറ് വരെ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഹീമോഗ്ലോബിൻ കറക്റ്റ് ചെയ്യുക തന്നെ വേണം. അത് ഏർലി സ്റ്റേജിൽ നമുക്ക് ഡീവർമിങ്ങും കൊടുത്ത് നമ്മൾ നല്ല ഫുഡും ഒക്കെ കഴിച്ചാൽ ചിലപ്പോൾ അത് ശരിയായി വരും. പിന്നെ ഞാനീ പറഞ്ഞതുപോലെ 8 മുതൽ 10 വരെയാണ് അതിൻ്റെ ഒരു ലെവലെങ്കിൽ നമുക്ക് വായി കൂടെ കഴിക്കുന്ന മരുന്നുകളിലൂടെ അത് ശരിയാക്കാൻ പറ്റും. പിന്നെ 8-ന് താഴെ പോയാൽ നമുക്ക് ഇഞ്ചെക്ഷൻസ് കൊടുത്ത് ശരിയാക്കാൻ പറ്റും. 7-ഓ 6-ഓ ഒക്കെ ആയിക്കഴിഞ്ഞാൽ ചില ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ തന്നെ വേണ്ടി വരും. ബ്ലഡിന് പകരം ബ്ലഡ് തന്നെ കൊടുത്ത് ഇത് കറക്റ്റ് ചെയ്യേണ്ടി വരും. അതിലും താഴേക്ക് പോകുന്ന അവസ്ഥ ജീവനെ അപകടമാണ്. തന്നെ 3 ഗ്രാം 4 ഗ്രാം ഒക്കെ വരുന്ന ആൾക്കാർ കയറി വരുമ്പോഴേ നമുക്കറിയാം വെള്ളറി വെളുത്ത് ഒരു കാലെടുത്ത് ഫ്രണ്ടിലോട്ട് വയ്ക്കാൻ വയ്യാതെ അത്രയും ക്ഷീണിച്ചാണ് അവർ വരുന്നത്. എപ്പോഴും എനിക്ക് കിടന്നാൽ മതി, ശ്വാസം കിട്ടൂല, കതച്ചുകൊണ്ടിരിക്കും. ഒരു എയർ ഹങ്കർ എന്ന് പറയാം. നായ്ക്ക് അവർക്കൊരു ഒന്നും ചെയ്യാൻ വയ്യ, ഒന്നും അവർക്ക് സ്വതവേ ഒന്നും ചെയ്യാൻ വയ്യാത്തൊരവസ്ഥയിലേക്ക് മാറും. ഓക്കെ ഡോക്ടർ, മറ്റൊരു ചോദ്യം വന്നിട്ടുള്ളത് വിളപ്പിൽശാലയിൽ നിന്നാണ്. മകൾക്ക് 20 വയസ്സായി, പീരീഡ്സ് നോർമൽ അല്ല, ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചപ്പോൾ PCOD എന്നാണ് പറഞ്ഞത്. വിളർച്ച കൊണ്ടാണോ ഈ പ്രശ്നം ഉണ്ടാകുന്നതെന്ന് പറയാമോ? PCODയും വളർച്ചയും തമ്മിൽ ബന്ധങ്ങളൊന്നുമില്ല. PCOD ഉള്ളവർക്ക് ഇതിപ്പം റെഗുലർ പീരീഡ് അല്ലാതെ പീരീഡ് വരുമ്പോൾ ഹെവി ബ്ലീഡിങ് വന്നാൽ വളർച്ചാ രോഗം വരാം, അല്ലാതെ വളർച്ച കൊണ്ടല്ല PCOD ഉണ്ടാകുന്നത്. PCOD എന്ന് പറയുന്നത് പോളിസിസ്റ്റിക് ഓവറി എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. ഇപ്പോൾ 20 വയസ്സൊക്കെ ഉള്ള ഇപ്പോൾ പല കുട്ടികൾക്കും യാതൊരു എക്സർസൈസും ഇല്ല, അവരുടെ ഫുഡ് ഹാബിറ്റ്സ് വളരെ മോശപ്പെട്ടതാണ്. ഇപ്പോൾ എക്സർസൈസ്, കറക്റ്റായിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സ്, ഉറക്കത്തിലുള്ള വ്യതിയാനങ്ങൾ, ഇതൊക്കെ നമ്മൾ നോക്കിയേ പറ്റുള്ളൂ. അത് അനീമിയ കൊണ്ടല്ല PCOD ഉണ്ടാകുന്നത്. PCOD എന്ന് പറയുന്ന ഒരു മാരക രോഗമല്ല, അത് നമുക്ക് ലൈഫ് സ്റ്റൈൽ കൊണ്ട് മാത്രമേ അത് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. തുടക്കമാണെങ്കിൽ ലൈഫ് സ്റ്റൈൽ കൊണ്ട് അത് കംപ്ലീറ്റ് മാറ്റാൻ പറ്റും. അത് സ്ഥിരമായിട്ട് ചികിത്സിച്ചിങ്ങനെ PCOD മാറ്റിയെന്ന് ആർക്കും പറയാൻ പറ്റില്ല. നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുന്ന വ്യതിയാനങ്ങൾ കൊണ്ടുവരുന്ന ഒന്നാണ്. ലൈഫ് സ്റ്റൈലിൽ എവിടെയെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണും, അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ശരിയാക്കിയെടുക്കാം. പ്രോഗ്രസ് ചെയ്യാതിരിക്കും. പ്രോഗ്രസ്. ഓക്കെ, അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരം ക്ലിയറായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഡോക്ടർ. മറ്റൊരു ചോദ്യമുള്ളത്, ഫീഡിങ് മദറാണ്, 8 മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ അമ്മയാണ്. അയൺ ഗുളിക എത്ര നാൾ കഴിക്കണം? കാൽഷ്യം കഴിക്കാതിരുന്നാൽ കുഴപ്പമുണ്ടോ എന്നാണ്. ഇതൊന്നും കഴിക്കാതിരുന്നെന്ന് പറഞ്ഞാൽ നമുക്ക് കുഴപ്പമൊന്നും വരില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ഇതെല്ലാം കാണും. ഇപ്പോൾ 8 മാസം പ്രായമായ കുഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വീനിങ് സ്റ്റാർട്ട് ചെയ്ത കുട്ടിയാണ്, അതിന് വേറെ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം മുലപ്പാൽ മാത്രമല്ല അതിൻ്റെ ആശ്രയം, അപ്പോഴേക്കും മുലപ്പാലിൻ്റെ അളവും കുറയും. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ 6 വീക്സാണ് അവരോട് കഴിക്കാൻ പറയുന്നത്. പിന്നെ നമ്മൾ ഇപ്പോൾ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് നമ്മൾ 6 മന്ത്സ് വരെ പറയുന്നുണ്ട്. എന്നാലും 4-5 മാസമൊക്കെ ആകുമ്പോൾ കുഞ്ഞിന് നമ്മൾ വേറെ സാധനങ്ങളൊക്കെ കൊടുത്ത് തുടങ്ങും. അപ്പോൾ അതുവരെയൊക്കെ അയണും കാൽഷ്യം കഴിക്കണം. പിന്നെ നമ്മൾ നിർബന്ധമായിട്ട് കുഞ്ഞിനെ ഫുൾ ഇതിലല്ല ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരവസ്ഥ എത്തിയാൽ പിന്നെ അയണും കാൽഷ്യം ഒന്നും ആവശ്യമില്ല. അതിന് മുമ്പത്തെ അവസ്ഥയിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിലൂടെ നമുക്ക് ആവശ്യത്തിന് അയണും കാൽഷ്യം കിട്ടുന്നുണ്ടെങ്കിൽ അത് തന്നെ മതിയാവും. ആദ്യത്തെ 6 വീക്സ് നമ്മളെപ്പോഴും പ്രസവം കഴിഞ്ഞവരെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ 6 വീക്സ് കഴിക്കണമെന്ന് തന്നെ എല്ലാവരോടും പറയും. പിന്നെ നമ്മുടെ ജീവിത സാഹചര്യം അനുസരിച്ച് നമുക്ക് ഇപ്പോൾ HB കുറഞ്ഞ ഒരാളാണ്, അവരോട് നമ്മൾ കഴിക്കാൻ പറയും. പിന്നെ ക്ഷീണം തോന്നുന്നു കഴിക്കാൻ പറയും, അങ്ങനെയുള്ളൂ. ഡോക്ടർ, ഈ വിളർച്ചയുമായി ബന്ധപ്പെട്ടപ്പം HBയുടെ കൗണ്ടാണല്ലോ ഡോക്ടർ പ്രധാനമായിട്ട് പറഞ്ഞത് അല്ലേ? ഈ സാധാരണ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ്, ഇങ്ങനെ കുറേ ഘടകങ്ങൾ അതിനകത്തുണ്ട്. ഇതിനകത്ത് വരുന്ന വേരിയേഷൻസ് ഏതെങ്കിലും തരത്തിൽ ഈ പറഞ്ഞ പോലെ വിളർച്ചയിലേക്കോ അനീമിയയിലേക്കോ? വിളർച്ച എന്ന് പറയുമ്പോൾ HB കുറയുന്ന അവസ്ഥ തന്നെയാണ്. ഈ പറഞ്ഞ ബാക്കി കൗണ്ടുകളിലൊക്കെ പറ്റും. ഇപ്പോൾ ബ്ലഡ് ക്യാൻസർ ഉള്ള ഒരാളിന് HB കുറവായിരിക്കും, മറ്റ് കൗണ്ടുകളിലും വ്യത്യാസം വരും. മനസ്സിലായോ? അത് അങ്ങനെയാണ്. അപ്പം നമ്മളിപ്പോൾ ഡെങ്കു ഫീവർ പോലെ വരുന്ന ഒരാളിന് ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ അത് പ്ലേറ്റ്ലെറ്റ് കുറവായിരിക്കും. അത് ഓരോ രോഗത്തിൻ്റെ ലക്ഷണം അനുസരിച്ചാണ് ബാക്കിയിലെല്ലാം. നമ്മൾ അനീമിയ എന്ന് പറയുമ്പോൾ നമ്മൾ HB തന്നെയാണ് നോക്കുന്നത്. പിന്നെ അതിൻ്റെ കോസ് നോക്കുമ്പോൾ നമ്മളതിൻ്റെ സ്മിയർ നോക്കിയാൽ, സ്മിയർ എന്ന് പറയും, പെരിഫറൽ സ്മിയർ നോക്കിയാൽ അറിയാം. RBCയുടെ ഒക്കെ ലുക്ക് എന്ന് പറഞ്ഞാൽ അയൺ ഡെഫിഷ്യൻസി അനീമിയ അല്ലെങ്കിൽ അത് അയണിൻ്റെ കുറവുണ്ടാകുന്ന അനീമിയയിൽ രക്താണുക്കളുടെ സൈസ് കുറയും.
വേറെ ചില അനീമിയയിൽ രക്താണുക്കളുടെ സൈസ് കൂടും. ബീറ്റൽ ഡെഫിഷ്യൻസി ആണെങ്കിൽ അത് വലുതാവും. അയൺ ആണെങ്കിൽ രക്താണുക്കൾ, അത് നമുക്ക് സ്മിയർ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും. അതൊക്കെ ഫർദർ ഒരുപാട് ഇപ്പം ബേസിക് എന്ന് പറയുന്നത്, ബേസിക്കായിട്ട് ഒരാളിന് അനീമിയ ഉണ്ടോ ഇല്ലയെന്ന് പറയുന്നത് നമ്മൾ ഹീമോഗ്ലോബിൻ തന്നെയാണ്. ഓക്കെ ഡോക്ടർ, നമ്മുടെ സമയം ഏകദേശം പൂർണ്ണമായിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു മണിക്കൂർ ഡോക്ടറോട് സംസാരിച്ചതിൽ നിന്ന് എല്ലാവർക്കും മനസ്സിലായത് ഏറ്റവും പ്രധാനമായിട്ട് നല്ല അയൺ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക. ആ ഭക്ഷണം തന്നെയാണ് ഏറ്റവും അല്ലേ ഡോക്ടർ പ്രധാനം എന്ന് പറയുന്നത്. അപ്പോൾ വിളർച്ച എന്ന് പറയുന്നത് പേടിക്കേണ്ട ഒരു അവസ്ഥയല്ല, പക്ഷെ കൃത്യമായിട്ട് HP കൗണ്ട് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തി നമ്മുടെ ഒരു ആരോഗ്യം ഉറപ്പുവരുത്തി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഡോക്ടർ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരുപാട് നന്ദി ഡോക്ടർ. വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു മണിക്കൂറാണ് കടന്നുപോയത്. സ്ത്രീകളിലെ വിളർച്ച അഥവാ അനീമിയയെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ഡോക്ടർ ലീലാമണിയായിരുന്നു നമ്മുടെ അതിഥിയായിട്ട് കഴിഞ്ഞ ഒരു മണിക്കൂർ വളരെ വിശദമായിട്ട് ഈ വിളർച്ച എന്ന അവസ്ഥയെക്കുറിച്ച്, അനീമിയയെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നത്. ഞാൻ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻ്റാണ്. ഒരിക്കൽ കൂടി നന്ദി ഡോക്ടർ. വിളിച്ച കോളേഴ്സിനും കണ്ട പ്രേക്ഷകർക്കും വാട്സാപ്പ് മെസ്സേജ് അയച്ച പ്രിയപ്പെട്ടവർക്കും നന്ദി. താങ്ക് യു.